എല്ലാവർക്കും നമ്മുടെ ലാസ്റ്റ് പോഡ്കാസ്റ്റ് ഓഫ് ദ ഇയർ. നമ്മൾ തുടങ്ങിയപ്പോൾ ഇത്രയൊക്കെ പോഡ്കാസ്റ്റ് നമ്മൾ ഇത്ര റെഗുലർ ആയിട്ട് എല്ലാവരും ഒരുമിച്ച് കിട്ടും ചെയ്യും എന്നൊന്നും വിചാരിച്ചില്ല. ഇന്ന് ശരിക്കും OG ഗ്യാങ് ഉള്ളത്. നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരൊക്കെ ഇന്നുണ്ട്. സ്വരൂപ് റോഡ് ട്രിപ്പുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ എവിടെയോ ആണ്. അജ്മല് ഫാമിലി ആയിട്ട് ക്രിസ്മസും ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്കൂള് ലീവ് ആയതുകൊണ്ട് ഗണേശൻ ലീവാ അല്ലേ? അതെ. ഓബിന് പിന്നെ ജോലി വീട്ടിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് പ്രശ്നമില്ല. ചെന്നൈ എവിടെയൊക്കെ പോയി സുദീപ്? IFFK എലക്ഷൻ എല്ലാം കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി. ചെന്നൈ പോയിരുന്നല്ലോ? ഇല്ലല്ലോ, ചെന്നൈ പോയിട്ടില്ലല്ലോ. ചെന്നൈ പോയില്ല, ചെന്നൈ ക്യാൻസൽ ചെയ്തു. എല്ലാം കൂടി പറ്റിയില്ല, അത് ഒഴിവാക്കി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയിട്ട് എല്ലാരും എത്തി. അങ്ങനെ കളി എല്ലാരും കണ്ടു. ലിവർപൂളിന്റെ ഏറ്റവും ഒരു മോശം 4 മാസം കാലഘട്ടത്തിനൊടുവിൽ ലിവർപൂൾ 3 points ക്ലിയർ ഇൻ ടോപ്പ് 4. എന്താ പറയാ, റിസൾട്ട് വൈസ് ഡിസംബർ വാസ് എ വെരി ഗുഡ് മന്ത്. നമ്മള് 2, 3, 4 മാച്ച് ജയിച്ചു, 1 മാച്ച് ഡ്രോ, അതും ലാസ്റ്റ് മിനിറ്റ് ഡ്രോ സണ്ടർലൻഡ് ആയിട്ട്. എന്താണ് ഓവറോൾ ഹാപ്പിയാണോ ഇപ്പോഴത്തെ അവസ്ഥ? ഹാപ്പി ആണോന്നൊക്കെ ചോദിച്ചാല് റിസൾട്ട്സ് മാറ്റേഴ്സ് അറ്റ് ദിസ് പോയിന്റ്. വേറെ വഴിയില്ലാത്തൊരവസ്ഥയാണ്. കാരണം നമ്മള് ഒക്ടോബർ നവംബർ ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ, കളിച്ചാലും കളിച്ചില്ലേലും നമ്മൾ പൊട്ടും. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പം കളിച്ചാലും കളിച്ചില്ലേലും നമ്മൾ ജയിക്കും, ആ ഒരു ലെവലിലേക്കെങ്കിലും എത്തി. സോ ഹാപ്പി. ഗണേശന്റെ മുഖത്തെ ഹാപ്പിനെസ് ഇല്ലല്ലോ? അങ്ങനെയല്ല, അല്ല പൊതുവെ ഒക്ടോബർ മന്ത് നവംബർ മന്ത് ഒക്കെ നമ്മൾ മര്യാദയ്ക്ക് കളിക്കുന്നതാണ്. ഡിസംബറിലാണ് നമുക്കിങ്ങനെ ഒരുപാട് ഫിക്ചർ വന്നിട്ട് നമ്മുടെ റിസൾട്ടൊക്കെ അലമ്പാവാൻ സാധ്യത. പക്ഷെ ഡിസംബറിൽ നമ്മൾ നന്നായി കളിച്ചു എന്ന് വേണം പറയാൻ. നന്നായി കളിച്ചു ഇൻ ദ സെൻസ് പറയുന്നത് എന്താ പറയാ, റിസൾട്ട് നമുക്ക് സാധകമായിട്ട് വന്നുകൊണ്ട് ഹാപ്പിയാണെന്ന് മാത്രം. നമ്മൾ ജയിച്ചു. സോ എൻഡിങ് ദ ഇയർ ഓൺ എ ഗുഡ് നോട്ട്. ജയിച്ചു 3 points. അതല്ലേ വേണ്ടത് ആക്ച്വലി. സ്കോർ ലൈൻ എന്തോ ആവട്ടെ, പെർഫോമൻസ് എന്തോ ആവട്ടെ, അത് ഒരു സൈഡിൽ ഇരുന്നോട്ടെ, ജയിച്ചു. സോ ഓൺ എ വിന്നിംഗ് നോട്ടിൽ എൻഡ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അതെ, എന്തായാലും വിന്നിംഗ് നോട്ടിൽ തന്നെയാണ് എൻഡ് ചെയ്യണത്. കാരണം അടുത്ത മാച്ച് 1-ാം തീയതിയാണ് നമ്മുടെ സമയം. 1-ാം തീയതി എല്ലാവരുടെ സമയം അങ്ങനെ തന്നെ, 1-ാം തീയതി രാത്രിയാണ് അടുത്ത മാച്ച്. അപ്പൊ നമ്മള് ന്യൂ ഇയറിൽ എത്തണ സമയത്ത് നമ്മള് അൺബീറ്റൺ ആയി. ഡിസംബർ അൺബീറ്റൺ ആയി, 7 കളിയായിട്ട് അൺബീറ്റൺ ആണ്. അത് തന്നെ തുടർന്ന് പോകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇനി. എന്തായാലും ഹാപ്പിയാണ്. പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാണ്ട്, അത് ഞാൻ പറഞ്ഞു, ട്രാൻസിഷന്റെ ഒരു സമയമായതുകൊണ്ടുള്ള ഇതാണ്. അത് ശരിയായി വരും. സ്വന്തം പോയിന്റ്സിന് BGM ഒക്കെ അറിയിടുന്നപ്പോ നമുക്ക് വുൾഫ്സിന്റെ മാച്ചിലേക്ക് പോകാം. വുൾഫ്സിന്റെ കൂടെ കളിക്കുമ്പോൾ നമ്മൾ പ്രിവ്യൂല് പറഞ്ഞിരുന്നു, നമ്മൾ എത്ര മോശമായി കളിച്ചാലും വുൾഫ്സ് അതിനെക്കാട്ടും മോശമായി കളിക്കും. അതുകൊണ്ട് കളി വുൾഫ്സിന്റെ കൂടെ ആര് കളിക്കുന്നോ അവര് ജയിക്കും, അതാണ് പൊതുവെ. ഫസ്റ്റ് ഹാഫ് it's a game of 2 halves എന്ന് വേണം പറയാം. First half we were in control but we didn't create much. Then like a very good team, we got 2 chances, we finished 2 chances, game in control. Half time il ellarum ഈ കളി 3-4 ഗോൾ വേണം, 5 ഗോളൊക്കെ വരണം എന്നൊക്കെ വിചാരിച്ചു. എല്ലാവരും മൂത്രമൊഴിച്ചൊക്കെ പോയി, ഭക്ഷണം ചായ കുടിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോ കണ്ട കളി വീണ്ടും നവംബറിലേക്കൊരു എന്താ പറയാ തിരിച്ചുപോക്കായിരുന്നു. അവസാനം ചിരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഗ്രൂപ്പിലും എല്ലാവരും തെറിവിളിയായി. എങ്ങനെയെങ്കിലും ജയിച്ചാ മതി എന്ന ലെവലിലെത്തി. അവസാനത്തെ എക്സ്ട്രാ ടൈം 5 മിനിറ്റ് പിടിച്ചു നിന്നു. വിസിൽ വന്നപ്പോ എല്ലാരും ഒന്ന് നിശ്വസിച്ചു. ഗെയിമിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടെന്ന് ഗണേശൻ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഗണേശൻ തുടങ്ങാം. ഗണേശ പറഞ്ഞോ. പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് നന്നായി കളിച്ചു, കുറെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. റൈറ്റ് വിങ് യൂസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ക്രിയേറ്റ് ചെയ്യാമായിരുന്നു. അറിഞ്ഞ ഒരുപാട് ക്രൂഷ്യൽ
സ്പേസിൽ ഫ്രിംപാങ്ങും അതുപോലെ തന്നെ വേർഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ആ സൈഡിലേക്ക് വന്നിരുന്നു. നമ്മൾ ആ സമയത്ത് എല്ലാം ലെഫ്റ്റ് സൈഡിലായിട്ട് കളിച്ച് കർക്കസ് കൊണ്ടുപോയി എല്ലാ ബോളും ഫസ്റ്റ് പോസ്റ്റ് ക്രോസ് ചെയ്ത് ബോൾ മൊത്തം പോയി. അങ്ങനെ ഒരു റിപ്പീറ്റ് മോഡായിരുന്നു. എപ്പോഴാണോ റൈറ്റ് വിങ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴാണ് ക്ലിയർ കട്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. സോ അതിൽ നിന്ന് ഗോൾ അടിച്ചു എന്ന് മാത്രം. പറഞ്ഞതുപോലെ വോൾസിന്റെ കളി പറയുകയാണെങ്കിൽ വോൾസിന് 2-3 നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡി ബോക്സിൽ നിന്ന്. മറ്റേ മാനെ ഫ്രീ ആയിട്ടുള്ളപ്പോ അവര് പിന്നെ സ്പ്രെഡ് ചെയ്ത് കളിച്ചു. നമ്മുടെ അവിടെ മാർക്കർ ഇല്ലായിരുന്നു, വാൻഡൈക്ക് ഇല്ലായിരുന്നു ആ ഭാഗത്ത്. സോ അങ്ങനെ കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അവരുടെ ഞാൻ ക്രിസ് പറഞ്ഞതുപോലെ നമ്മൾ മോശമായിട്ട് കളിച്ചാൽ അതിലും മോശമായിട്ട് അവർ കളിക്കും. സോ ആ ഒരു എക്സ്ട്രാ പാസ് കൊടുത്തിരുന്നെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ കഥ തീർന്നേനെ. അതെന്തായാലും ചെയ്യാത്തത് നന്നായി. പിന്നെ കളി പറയുകയാണെങ്കിൽ പുതിയ പ്ലേയേഴ്സ് എവ്രിവൺ റൈറ്റ് ഓൺ ട്രാക്ക്. ഫ്രിംപോങ് മുതൽ പറയുകയാണെങ്കിൽ ഒരു പുതിയൊരു പെട്ടെന്ന് വന്ന് ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്ത പോലെ തോന്നിയില്ല. സോ മേ ബി ട്രെയിനിങ്ങിൽ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും ഹൗ ടു ദ ഗെയിം പ്ലേ ഒക്കെ. സോ ഫ്രിംപോങ് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രിവ്യൂല് പറഞ്ഞ പോലെ തന്നെയാണ് വേറൊരു ഡയമെൻഷനാണ് സ്കോർ ചെയ്യാനായിട്ട്. കട്ടിങ് ചെയ്തിട്ട് പോയിട്ട് ബോൾ സ്ക്വയർ ചെയ്യുക അല്ലെങ്കിൽ റിവേഴ്സ് പാസ് ചെയ്യുക, അത് എന്തായാലും ഗോൾ ചാൻസ്. ഈ സെർവ്ഡ് ഓർ പ്ലേറ്റ് വേണം പറയാൻ ഗ്രാവൻബർച്ചിന്. ആരായാലും അത് ഗോൾ അടിച്ചേ പറ്റുള്ളൂ. ഫിനിഷ് വാസ് റിയലി ഗുഡ്, നോ മാർജിൻ ഓഫ് എറർ. ഒന്ന് പുറത്ത് വൈഡായ പോലും പുറത്തു പോയതിന് അല്ലെങ്കിൽ ഗോൾ കീപ്പർ സേവ് ചെയ്തതിന് ആ ഒരു എക്സാക്ട് ആ ഒരു സ്കെയിലിലൂടെയാണ് അടിച്ചത്. അത് പറഞ്ഞേ പറ്റൂ. പിന്നെ വേർഡ്സ് എല്ലാ ഗെയിം അങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് വരികയാണ്. സോ ഗെയിം ആളുടെ ബോൾ കിട്ടിയാൽ തന്നെ ഒരു ഹീസ് ഗോണ ഡു സംതിങ് അങ്ങനെ തോന്നുന്നുണ്ട്. സോ അതന്നെ വേർഡ്സിന്റെ കാര്യത്തിൽ ഇപ്പം പുള്ളിയുടെ കയ്യിലാണ് നമ്മുടെ കളി. ഹി ഈസ് ദ പ്ലേ മേക്കർ. ബോൾ ഫൈനലി റീച്ചസ് ഹിം ആൻഡ് ദെൻ ആർ ഒഫൻസീവ് മൂവ്മെന്റ് ഓർ വാട്ട് എവർ സ്റ്റാർട്ട്സ്. ആൻഡ് ഒരു ഷോ റണ്ണർ എന്ന ഇതിലേക്ക് പുള്ളി വന്നു. പുള്ളി ഇനി എവിടെ കളിക്കും എന്നുള്ളത് നമ്മൾ നമ്മുടെ ലീഡ്സ് പ്രിവ്യൂ ഡിസ്കസ് ചെയ്യാം. ഓബിൻ എന്താ തോന്നുന്നത്? ഒഫൻസീവ്ലി വി ലുക്ക് ക്വൈറ്റ് ഗുഡ് അല്ലേ? യെസ്, അഗൈൻ ക്വൈറ്റ് ഗുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒക്ടോബർ നവംബറിൽ നിന്ന് വി ആർ ബെറ്റർ. സ്ലോ ട്രാൻസിഷൻ മാത്രമേ ഉണ്ടാവും. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് എല്ലാവരും എന്താ പറയാ ലീഡ്സിന്റെ കൂടെ വന്ന് കളിക്കും വിൽ വിൻ 6-0 ഒന്നും പറയുന്നില്ല. ബട്ട് ദർ ഈസ് ഗുഡ് സൈൻസ്. എക്കിറ്റിക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ വേർഡ്സ് ഇസ് ഗോയിങ് സെന്റർ. അപ്പം ആ ഒരു ലിങ്ക് അപ്പ് നമ്മൾ സെക്കൻഡ് ഗോളും ആക്ച്വലി അങ്ങനെ തന്നെയാണ് വന്നത്. ബോൾ റിസീവ് ചെയ്യുമ്പോൾ യൂഷ്വലി വേർഡ്സ് റിസീവ് ചെയ്യുന്ന ഒരു പൊസിഷനിൽ എക്കിറ്റിക്ക് തിരിച്ചു വന്നു. സോ ആ ഒരു ഗ്യാപ്പ് വന്നപ്പം ദെയർ ഡിഫൻഡേഴ്സ് ഡിഡ് നോ ഹൂ ടു ഗോ. എങ്ങോട്ട് പോകണം, എക്കിറ്റിക്കിന്റെ അടുത്തേക്ക് പോകണോ വേർഡ്സിന്റെ അടുത്തേക്ക് പോകണോ, നടുക്ക് നിൽക്കണോ എന്നുള്ള ആ ഒരു ഡൗട്ട് വന്നില്ല. ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് അത് മാത്രം മതി എക്കിറ്റിക്ക് ടു വേർഡ്സ് അല്ലെങ്കിൽ വേർഡ്സ് ടു എക്കിറ്റിക്ക് ആ ഒരു ത്രൂ ബോൾ വരാന്. സോ പ്ലേയേഴ്സ് സ്റ്റാർട്ടഡ് മൂവിങ്. അവർക്കൊരു കൂടെ കളിച്ച് കുറച്ചു കാലമായാലും ഇപ്പൊ കളിക്കുന്നത്, അടുപ്പിച്ച് കുറെ കളികൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദേ ആർ ഗെറ്റിംഗ് ടു ജെൽ വിത്ത് ഈച്ച് അതർ. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ നീ അങ്ങോട്ട് പോകണം എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി മനസ്സിലായി തുടങ്ങുന്നുണ്ട്. ദാറ്റ്സ് എ ഗുഡ് സൈൻ. ഫ്രിംപോങ് അപ്പുറത്ത് വരുന്നതും ഗണേഷ് പറഞ്ഞ പോലെ അത് വലിയൊരു പ്ലസ് ആണ്. നമ്മൾ ഇത്രയും കാലം നമ്മൾ അവിടെ പോകുമ്പോൾ ഒരു എന്താ പറയാ ഒരു വൺ ഡയമെൻഷനൽ പോലുള്ള ഒരു സാധനം ഇപ്പം മാറി. ഫ്രിംപോങ് ഹി ക്യാൻ റിയലി റൺ, ഭയങ്കര പേസിൽ പോകുന്നുണ്ട്. ദേ നോട്ട് ഷുവർ വെദർ പണ്ടത്തെ അഡാമ ട്രായോറ ചെയ്യുന്ന പോലെ ബോൾ തട്ടിയിട്ട് മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ കട്ടിങ് ചെയ്യുമോ എന്നുള്ള ഡൗട്ട് വരുന്നുണ്ട്. ആ സ്പ്ലിറ്റ് സെക്കൻഡ് കൈൻഡ് ഓഫ് ഡിസിഷൻസ് ഇസ് വാട്ട് മേക്കിംഗ് ഇറ്റ്സ് ഹെൽപ്ഫുൾ ഫോർ അസ്. കേക്കേഴ്സിന്റെ കാര്യത്തിൽ അത് പറയാനായിട്ടില്ല, അറ്റ്ലീസ്റ്റ് യെറ്റ്. എന്തോ ഒരു കെർക്കസിന് അങ്ങനെ പ്രശ്നം അങ്ങനെ പറയുന്ന രീതിയിൽ ഒരു വലിയ പ്രശ്നം ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല. ഒന്ന് ഈ വളരെ യങ്ങാണ്, 21 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ആള് ആ സിസ്റ്റത്തിൽ നമ്മൾ തുടങ്ങിയ സമയത്ത് പറഞ്ഞു 3 at the ബാക്കിലേക്കൊക്കെ വന്ന് അങ്ങനെയൊക്കെ കളിക്കുന്ന ഒരു ഇതിലായിരുന്നു. ഇപ്പോ പിന്നെ ഗാക്പോടൊപ്പം കളിച്ചപ്പോ ഈ രീതിയിൽ കളിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പൊ വേർഡ്സും കേർട്ടിസും ഒക്കെ ആയിട്ടുള്ള ഒരു ഇടയ്ക്ക് അവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യലും ആ ഭാഗത്തുള്ള പൊസിഷനിലൊക്കെ കളിക്കുമ്പോൾ പുള്ളി കേർക്കസ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന, അയാൾക്ക് നല്ല രീതിയിൽ ക്രോസ് ചെയ്യാൻ പറ്റുന്ന കഴിവുണ്ട്. ഓടി പെട്ടെന്ന് ബോക്സിലേക്ക് ആ ഷോൾഡറിന്റെ അടിയിൽ കൂടെ ഓടി അങ്ങനെ ബോക്സിലേക്ക് കയറുന്നത് ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് പതുക്കെ ശരിയായി വരും. ഈ കോമ്പിനേഷനിൽ കളിച്ച് ശരിയായി വരും. ഒരു ഫ്ലൈറ്റ് പോണാട്ട് ഇവിടെ
എയർപോർട്ടിന്റെ അടുത്ത് അത് കാരണം ഫ്ലൈറ്റ് ഒരെണ്ണം പോയത്. യെസ്, എനിവേ കേക്കസ് ആ രീതിയിൽ നന്നായിട്ട് കളിച്ച് വരുന്നുണ്ട്. അപ്പൊ ഈവൻ ആ ക്രോസ് ഇടുന്ന സമയത്ത് ബോക്സിൽ കറക്റ്റ് ആയിരുന്നില്ല. അങ്ങനെ ക്രോസുകൾ ചിലത് അങ്ങനെ പോയി, ചിലത് ഡിഫൻഡേഴ്സിന്റെ പോയി, കോർണർ കിട്ടി, ചിലത് നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കേക്കസ് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. അതാണ് അപ്പുറത്തെ ഫ്രിങ്പോങ് വന്നപ്പോ ഈ പറഞ്ഞ പോലെ ഭയങ്കര മാറ്റം അവിടെ ഉണ്ടായി. അത് ഓൾറെഡി പറഞ്ഞു, ആ കാര്യങ്ങൾ വന്നു. പിന്നെ കേർട്ടിസൺ വേർഡ്സും ആണ് നമ്മുടെ ഇപ്പോ എഞ്ചിൻ റൂം എന്ന് പറയുന്നത്. കേർട്ടിസൺ വേർഡ്സും തമ്മിൽ എത്ര പാസുകൾ അവർ തമ്മിൽ ചെയ്യുന്നത്. ആ കേർട്ടിസിന്റെ മൂവ്മെന്റും വേർഡ്സിന്റെ മൂവ്മെന്റ്സും ഒക്കെ, ആ പാസുകളും ഒക്കെ അവരൊരു കോമ്പിനേഷൻ കുറച്ചും കൂടി കളികൾ ഒരുമിച്ച് കളിച്ച് വന്നു കഴിഞ്ഞാൽ കുറേയും കൂടി രസമായിട്ട് കാണാം. കാരണം ചില ബോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ ഓടി പോവാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കുറച്ച് കളികൾ ഒരുമിച്ച് ഇങ്ങനെ അവരത് കളിച്ച് ആ റിതത്തിൽ വരുമ്പോൾ അതൊക്കെ വ്യത്യാസം വരും. കുറേയും കൂടി നമ്മുടെ അറ്റാക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ഒരു സൈൻസ് നമ്മൾ ഈ മാച്ചിൽ കണ്ടു. അതാണ് നമ്മുടെ നല്ല വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ. അല്ല, പോസിറ്റിവിറ്റിക്ക് ശേഷം നമുക്ക് കുറച്ച് നെഗറ്റിവിറ്റി പറഞ്ഞാലോ? അതായത് നെഗറ്റിവിറ്റി അല്ലേ, നമ്മുടെ യാഥാർത്ഥ്യം കൂടി നമ്മുടെ അതന്നെ റിയാലിറ്റിയിലേക്ക് നമ്മൾ വരുന്നത്. നെഗറ്റീവ് കഷ്ടപ്പെട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. കാരണം പല പ്ലേയേഴ്സും കളിക്കുന്നത് ഇനി അവർക്ക് മനസ്സിലാവാനിട്ടാണോ, സ്ലോട്ട് പറഞ്ഞു കൊടുക്കാനിട്ടാണോ എന്ന് വരും ഇപ്പോഴും മനസ്സിലാവാത്തൊരവസ്ഥയാണ് നമുക്ക്. അതന്നെ. അത് സെക്കൻഡ് ഹാഫിനെ കുറിച്ച്, ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറഞ്ഞ ശേഷം നമ്മൾ സെക്കൻഡ് ഹാഫിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കഴിഞ്ഞ 2 പോഡ്കാസ്റ്റ് മുന്നേ അജ്മൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു, നമ്മുടെ സെറ്റ് പീസ് കോച്ചിന്റെ കാര്യം. അത് സ്ലോട്ടിന്റെ ഒരു കഴിവുകേടാണെന്നും പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹോൾ കോച്ചിങ് സെറ്റപ്പിന്റെ മിസ്റ്റേക്ക് ആണെന്ന് പറയാം. ബിക്കോസ് ഒരേ മിസ്റ്റേക്ക് 4-5 മാസമായിട്ട് കണ്ടിന്യൂസ്ലി ഉണ്ടാവുമ്പോൾ അവിടെ പ്ലേയേഴ്സിനെ മാത്രം കുറ്റം പറഞ്ഞാൽ പറ്റില്ല. കൊണാട്ടെ ഫോം ഔട്ട് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ദ നമ്പർ ഓഫ് ഗോൾസ് വി കൺസീഡ് ഇൻ സെറ്റ് പീസസ് ഇസ് എന്താ പറയാ അൺപാർഡനബിൾ എന്ന് വേണം പറയാം. കാരണം ഒരു ടോപ്പ് ഡിവിഷനിൽ കളിക്കുന്ന ഒരു ടീം അത്രയും ഗോൾസ് സെറ്റ് പീസ് കൺസീഡ് ചെയ്യാൻ പാടില്ല. ഈ സെറ്റ് പീസ് കൺസീഡിങ് കാരണമാണെന്ന് തോന്നുന്നു എനിക്ക് നമ്മുടെ ഈ ഡിഫെൻസീവ് കോൺഫിഡൻസും പോകുന്നത്. അതായത് ഒരു കോർണർ ആയാൽ നമ്മൾ അടിച്ചങ്ങോട്ട് ഇടും, അല്ലെങ്കിൽ ഒരു ഫ്രീ കിക്ക് വന്നാൽ കുഴപ്പമില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ടീമിന് വരുമ്പോൾ ഇറ്റ് ബിക്കംസ് ഈവൻ മോർ ഡിഫിക്കൽട്ട് ടു ഡിഫെൻഡ് ഓപ്പൺ പ്ലേ. നമ്മളിപ്പോ കളിക്കുന്ന കാലത്ത് ഓർമ്മയുണ്ട്, അതായത് നമ്മുടെ ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മുടെ ഗോളി പെനാൽറ്റി എങ്ങനെ വന്നാലും സേവ് ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ടാക്കിൾ ചെയ്യാൻ, ബോക്സിൽ ടാക്കിൾ ചെയ്യാൻ മടിക്കും. ലൈക്ക്വൈസ് ഐ ഫീൽ നമ്മുടെ ഈ ഹോൾ ഡിഫെൻസീവ് ഫ്രൈലിറ്റി നമുക്ക് വരുന്നത് we are not defending confidently because we are scared of throw-ins, free kicks and corners. എന്താ തോന്നുന്നത്? അത് ആയിരിക്കാം. പക്ഷേ കേക്കസ് കിട്ടുന്ന എല്ലാ ബോളും കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ത്രോ ഇനിലേക്ക് കൊടുക്കുന്നുണ്ട്, ഒരാവശ്യമില്ലാണ്ട്. ഒന്ന് ടച്ച് എടുത്ത് ക്ലിയർ ചെയ്യുക, അതൊന്നും നോക്കുന്നില്ല. ഡയറക്റ്റ്ലി കിട്ടിയ നേരെ അപ്പൊ തന്നെ സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് ത്രോ ഇനിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇതേ സാധനം അപ്പുറത്ത് കൊണാട്ടയും ചെയ്യുന്നുണ്ട്. കൊണാട്ടയുടെ ഈ സീസണിലെ എല്ലാ ഹെഡറും ത്രോ ഇൻസ് ആണ്. അത് ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന പോലെയാണ്. സോ ദാറ്റ് പ്രോബബ്ലി രണ്ടുപേരുടെ കോൺഫിഡൻസ് ഇഷ്യൂസ് ആയിരിക്കാം. പക്ഷെ ഒരു സെറ്റ് പീസ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ളത് അറിയാത്തതല്ല. ഇറ്റ്സ് മോർ ഓഫ് എ പാനിക് അറ്റാക്ക്. സെറ്റ് പീസ് വന്നു, ഇത് നമ്മൾ കൺസീഡ് ചെയ്യും. അത് ഫാൻസ്, കാണുന്ന ഫാൻസിനല്ല, കളിക്കുന്ന പ്ലേയേഴ്സിന് വരെ ഉണ്ട് ആ മെന്റാലിറ്റി. സ്റ്റാറ്റ്സ് ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കൺസീഡ് ചെയ്തത് സെറ്റ് പീസില്. We have conceded most goals in set pieces in top 5 European leagues. ഇംഗ്ലണ്ടും അതില് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മള് അതിലൊരു ചെറിയ വ്യത്യാസം, ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസം, ഒരു 1.5 മാസത്തിനിടയിൽ നമ്മുടെ അത് വളരെയധികം താഴെ വന്നിട്ടുണ്ട്. കൂടുതൽ സെറ്റ് പീസ് ഗോൾസ് ഒക്കെ കൺസീഡ്, ക്രിസ്റ്റൽ പാലസ് ഒക്കെ അതിലേക്ക് വരും. അങ്ങനെ നമ്മളതിൽ നിന്ന് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിലും നമ്മുടെ ഗോൾസ് കൺസീഡ് ചെയ്യുന്നതിൽ ഒരു 80-70% സെറ്റ് പീസ് ആണ്. ഇല്ലെങ്കിൽ സെറ്റ് പീസ് തൊട്ട് കഴിഞ്ഞിട്ടുള്ള ഇവന്റ്സും. മുമ്പ് കോർണറൊക്കെ മിന്നലെ ഗോൾ കീപ്പർ നിൽക്കുമ്പോ കോർണർ വന്നാൽ തന്നെ ഗോളാണ്. ബ്രണ്ടൻ റോജേഴ്സിന്റെ സമയത്ത്
ആ ഒരു അവസ്ഥയിൽ നിന്ന് തിരിച്ച് അതേ അവസ്ഥയ്ക്ക് നമ്മൾ തിരിച്ചെത്തുമെന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഗോൾ കീപ്പർ നല്ല ഗോൾ കീപ്പർ ഉണ്ട്, ഡിഫൻഡേഴ്സ് നല്ല ഡിഫൻഡേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ 85 കോർണേഴ്സ് ഫേസ് ചെയ്തിട്ടുണ്ട് ആൻഡ് വി ഹാവ് കൺസിഡർഡ് 7 goals in it. So technically every 12 corners we are considering a goal. എന്താണ് ഞാനതാ പറയുന്നത് കോർണേഴ്സിൽ കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. എല്ലാ കോർണർ ആവട്ടെ, ഫ്രീ കിക്ക് ആവട്ടെ, ലോങ് ത്രോ ആവട്ടെ, ഇതിലൊക്കെ കൺസീഡ് ചെയ്യുന്നായിരുന്നു മിന്നലെ ഗോളുന്ന സമയത്ത്. പിന്നീട് ക്ലോപ്പ് വരുമ്പോ നമുക്ക് ഓപ്പണന്റ് കോർണർ എടുക്കുമ്പോൾ ഓപ്പണന്റിന് പേടിയാണ്. ബിക്കോസ് വി ഹാഡ് സാല ആൻഡ് മാനെ. നമ്മൾ കൗണ്ടർ അടിക്കും, നമ്മൾ എന്തായാലും കൗണ്ടർ അടിക്കും. ഫസ്റ്റ് ആയിട്ട് ഒരു മാറ്റിപ്പ് അല്ലെങ്കിൽ വാൻഡേക്ക് ആരെങ്കിലും വിൻ ചെയ്യും, എന്നിട്ട് കൗണ്ടർ അടിക്കും. ആ ഒരു സ്ഥിതിയിൽ നിന്ന് എന്താണ് കൈൻഡ് ഓഫ് സെയിം പ്ലേയേഴ്സ് പ്ലേയിങ് ഡൗൺ. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കളിക്കാത്തത്? ഗോൾ കീപ്പർ, ടോപ്പ് ഗോൾ കീപ്പർ, വേൾഡ് നമ്പർ 1 ഗോൾ കീപ്പർ നമ്മുടെ കയ്യിലുണ്ട്, സെന്റർ ബാക്സ് ഉണ്ട്, ഫുൾ ബാക്സ് ഉണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയ മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഫ്രീ കിക്സും ത്രോയിൻസ് ഒന്നും നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റാത്തത്? വല്ലാത്തൊരു കോച്ചിങ് എന്താ പറയാ സെറ്റപ്പ് തന്നെയാണ് പ്രശ്നം. അജ്മൽ പറഞ്ഞ പോലെ there is something there, we have to tackle it. അത് മാത്രം അവിടെ നിന്നില്ല, പറഞ്ഞ പോലെ വാൻഡേക്കിന്റെ ഒക്കെ പ്രശ്നങ്ങൾ. വാൻഡേക്കൊക്കെ ഇതിൽ കൂടുതൽ ഹെഡേഴ്സ് വിൻ ചെയ്യേണ്ടതാ അവിടെ. കാരണം അത്രയും ഡോമിനേറ്റിംഗ് നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടിട്ടുണ്ട്. വാൻഡേക്ക് എന്ത് സിറ്റുവേഷൻ വന്നാലും അവിടെ ഹെഡേഴ്സ് വിൻ ചെയ്യണ കാര്യത്തിലായാലും ഈവൻ ക്രഞ്ച് ടാക്കിൾസ് ചെയ്യുന്നതിലൊക്കെ വാൻഡേക്ക് നല്ല ഹൈ ഇതിലായിരുന്നു സ്റ്റാറ്റ്സിലൊക്കെ. പക്ഷെ ഇപ്പൊ അതൊക്കെ താഴേക്ക് വന്നേക്ക ഈ സീസണിലൊക്കെ. ഈ വാൻഡേക്കിനെ കുറ്റം പറയല്ല, ഞാൻ പറയണത് ഏജ് ഈസ് കാച്ചിങ് അപ്പ് വിത്ത് ഹിം എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ. 34 വയസ്സായി. ഫസ്റ്റ് ഹെഡർ വിൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. സെക്കൻഡ് ബോൾ നമുക്കില്ലല്ലോ, നമ്മള് ആ ഭാഗത്തേ ഇല്ല. അത് ഏത് കളി എടുത്താലും ഫസ്റ്റ് നമ്മൾ കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അവരെ ഡിഫൻഡേഴ്സോ അവരെ സ്ട്രൈക്കേഴ്സോ എങ്ങനെയെങ്കിലും അവരെ ഹെഡ് ചെയ്തു. അത് തിരിച്ചാ നമ്മളെ ബോക്സിലൊക്കെ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ബോൾ നമുക്ക് കിട്ടുന്നില്ല, തേർഡ് ബോളും കിട്ടുന്നില്ല. അവരടിച്ച് നമ്മളെ മേത്തെങ്ങാനും തട്ടി തിരിച്ചു പോകണം, എന്നാലേ നമുക്ക് ഒരു കൗണ്ടർ വരുന്നുള്ളൂ. എനിക്ക് പിന്നെ തോന്നുന്നത് സെറ്റ് പീസ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിലുള്ള ആ ഒരു ഷേപ്പാണ്. ആ സമയത്ത് പാനിക് ആവുന്നില്ല. എന്ത് ചെയ്യണം, ആരെ പോയി കവർ ചെയ്യണം, എവിടെ പോയി ബ്ലോക്ക് ചെയ്യണം എന്നുള്ളൊരു ആ സമയം എടുക്കുന്ന നമ്മുടെ പോസ്റ്റില് വലയില് ബോൾ കിടക്കുന്നുണ്ടാവും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വേറൊരു വശം കൂടി ഉണ്ട് ഇതില്. നമ്മളിപ്പോ കഴിഞ്ഞ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു മാസം നമ്മൾ ഒരുപാട് സെറ്റ് പീസുകൾ നമ്മൾ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. ഗോള് അതിന്റെ ഇടയിൽ കൺസീഡ് ചെയ്തിട്ടുണ്ട്, ശരിയാ. നമ്മൾ ഒരുപാട് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടില്ല. എന്താ പ്രശ്നം വരുന്നത് എനിക്ക് ഈ സെക്കൻഡ് ഹാഫില് നമ്മള് സ്റ്റാർട്ട് ചെയ്ത് ഇത്തിരി സ്ലോ ആയിട്ടാണ്. അത് എനിക്ക് തോന്നുന്നത് ഈ ലോങ് സീസൺ ആണ്. അപ്പോ പ്ലേയേഴ്സ് പലരും ഇഞ്ചുറിയുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞ് വരുന്നു, ടയേർഡ്നെസിന്റെ പ്രശ്നങ്ങൾ ബാധിക്കുന്ന പ്ലേയേഴ്സ് ഒക്കെ ഇങ്ങനെ സ്ലോട്ട് എണ്ണി പറയാറുണ്ട്. കിറ്റിക്കയുടെ കാര്യം, ബേർഡ്സ് ഇത്ര കളിക്കാൻ പറ്റില്ല, കെർക്കസിന് ഇത്ര കളിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഓരോരുത്തർ പ്ലേയേഴ്സിന്റെ പേരെടുത്ത് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഈ നമ്മൾ ലീഡ് എടുത്തതിന് ശേഷം സെക്കൻഡ് ഹാഫിൽ ഒന്ന് സ്ലോ ആക്കുക, ഗെയിമിന്റെ പേസ് സ്ലോ ആക്കി എല്ലാവർക്കും റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കുക എന്നുള്ള ഇതിലാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തതായിട്ട് തോന്നിയത്. പക്ഷെ എന്താ പ്രശ്നം വന്നതിന് കുറച്ചധികം ആ സ്ലോയിലേക്ക് പോയപ്പോൾ കോൺസെൻട്രേഷനും ഡൗൺ ആയി, ശ്രദ്ധ കുറഞ്ഞു. നേരത്തെ ചെയ്തിരുന്ന കറക്റ്റ് ഒരു പ്രോപ്പർ ഗെയിം പ്ലാനിൽ അങ്ങനെ സ്പീഡിൽ കളിച്ചു പോവുകയാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ അതിനൊരു താളം തെറ്റി. ആ താളം തെറ്റിയപ്പോഴാണ് ഈ പറഞ്ഞ പാനിക് ഒക്കെ വരുന്നത്. ആ സമയത്ത് ഉണ്ടാവുന്ന സെറ്റ് പീസുകളും അവർക്ക് കൊടുത്തു അവർക്ക് സെറ്റ് പീസ് വരുമ്പോ അവിടെ പാനിക് അങ്ങനെ കയറി വരുന്നതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോ നമ്മൾ പ്രോപ്പറായിട്ട് കളിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളില്ല. നമ്മൾ ഈ സ്ലോ ചെയ്യുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. കഴിഞ്ഞ സീസണിൽ സെക്കൻഡ് ഹാഫ് ആയിരുന്നു നമ്മുടെ ചേഞ്ച്. സെക്കൻഡ് ഹാഫ് നമ്മൾ ഗെയിം കൺട്രോളിൽ കൊണ്ടുവന്ന് നമ്മൾ ആ ഗെയിം ഫിനിഷ് ചെയ്യാൻ നടക്കുന്നില്ല. അവിടെ തന്നെ ഈ സെറ്റ് പീസ് ഗോൾ കൺസീഡ് ചെയ്തു, അവിടെ ഒരു ഫസ്റ്റ് മിസ്റ്റേക്ക് വന്നു. ഈ ഗെയിം അല്ല, നമ്മൾ ഈ പറയുന്ന ഒരു കോമഡി എന്താ വെച്ചാൽ, നമ്മൾ വുൾഫ്സ് ഗെയിമിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഇതൊരു പാറ്റേൺ ആണ്. നമ്മുടെ എല്ലാ കളിയും ഇങ്ങനെയാണ്. ഗോൾ കൺസീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള 30 മിനിറ്റ്സ് ശരിക്കും എന്താണ് ഒരു മറ്റേ ചൂട് സാധനം കയ്യിൽ വെച്ച പോലെ എല്ലാ പ്ലേയേഴ്സും ഒരു തരത്തിലും അവർക്ക് അത് കളിനെ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഗെയിം സ്ലോ ചെയ്യാൻ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ടീം പ്രസ് ചെയ്യുന്നു. ഇനിയിപ്പോ കൗണ്ടർ അറ്റാക്ക് കളിക്കാൻ പറ്റുന്നില്ല. പിന്നെ ശരിക്കും വി ആർ ട്രൈങ് ടു ഹോൾഡ് ഓൺ ടു ദ ലീഡ് ഓർ
ആ ഒരു ലെവലിലേക്കാണ്. ഇനിയിപ്പോ ആ സമയത്ത് ഇഫ് യു ആർ ട്രെയിലിംഗ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ മിഡ്ഫീൽഡേഴ്സിനെ സെന്റർ ബാക്ക് ആക്കിയിട്ട് 4-5 ഫോർവേഡിനെ അരിച്ചു വിടും. അവിടുന്ന് ഫുൾ ഓൺ അറ്റാക്കിംഗ്. സോ വൈ ഇസ് ആർ കോൺഫിഡൻസ് സോ ലോ ഈവൻ ആഫ്റ്റർ? ഇപ്പം നമ്മൾ ഇന്ററിനെ തോപ്പിച്ചു, നമ്മൾ ഇത്രയും സ്പേഴ്സിനെ തോപ്പിച്ചു, ഈ ഒരു മാസം തോറ്റില്ല. ബട്ട് സ്റ്റിൽ അഗെയിൻസ്റ്റ് വുൾവ്സ് ഇറ്റ് സെൽഫ് അവർ ഒരെണ്ണം അടിക്കുമ്പോൾ നമ്മൾ ഇനി ഡിഫെൻഡ് ചെയ്ത് ഒരെണ്ണം അടിക്കും എന്നുള്ള കോൺഫിഡൻസ് നമ്മുടെ ടീമിന് എന്താ കിട്ടാതെ? മാനേജറിന് താഴോട്ട് വരണം, പ്ലേയേഴ്സിന് മേലോട്ടേക്കല്ല, അവിടുന്ന് താഴോട്ടാ വരേണ്ടത്. ക്ലോപ്പ് ഒക്കെ ഉണ്ടാകുമ്പോൾ there is a man management, right? ക്ലോപ്പ് ആസ് എ പേഴ്സൺ, ഒരു എന്താ പറയാ ഫുട്ബോൾ മാനേജർ എന്നുള്ളതല്ല, ആസ് എ ഇൻഡിവിജ്വൽ ഒരു ഓറ ഉണ്ട്. സ്ലോട്ട് ഐ ഡോണ്ട് തിങ്ക് ഹി ഹാസ് ദാറ്റ് യെറ്റ്. സ്ലോട്ടിനെ സംബന്ധിച്ചോളം സ്ലോട്ടിന്റെ ടാക്ടിക്സ് മുഴുവനായിട്ട് വർക്ക് ആയ ടീം വിൻസ്, ടീം ഡോമിനേറ്റ്സ്. അപ്പം എല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് മാനേജറിൽ നിന്ന് താഴോട്ട് പ്ലേസിലേക്ക് വരണം. ദാറ്റ് ഓക്കെ things are not working, you still got it. അത് വരുന്നില്ല, or at least I feel that it's not coming. ഞാൻ ഈ പറഞ്ഞൊരു എന്താ പറയാ കാര്യം ഞാൻ ഗെയിമിൽ നോട്ട് ചെയ്തു. അതായത് എല്ലാരും ഡ്രോപ്പ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ കർട്ടിസ് ജോൺസ് മാത്രം കയറി മരണ പ്രസ്സായിരുന്നു ആ ഭാഗത്ത്. എല്ലാവരുടെ മേലേക്ക് വരാൻ പറയാ, ആരും വരുന്നില്ല, ഒരുത്തനും അനങ്ങുന്നില്ല, എല്ലാരും ആ ഡീ ബോക്സിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇവ മാത്രം കയറി ആ മിഡ്ഫീൽഡിൽ അങ്ങോട്ട് പ്രസ് ചെയ്യുക. കുറെ ചൂടായി, എല്ലാവരോടും ചൂടായി. എന്താ ഞാൻ വിചാരിച്ചു അധികം എന്തെങ്കിലും ഒരു പ്രസ് കോൺഫറൻസ് എന്തെങ്കിലും കർട്ടിസ് ജോൺസ് കൊടുക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും കൊടുത്തില്ല. അതാണ് ഞാനൊക്കെ പറയണത്. ഈ ആ ഒരു കലക്റ്റീവായിട്ട് ഒരു ടീമായിട്ട് നമ്മൾ കളിച്ചോണ്ടിരുന്നത്, ഇതിപ്പോ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. ബാക്കിയുള്ളവരൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു, ഓക്കെ വീൽ സെറ്റിൽ ഫോർ 2-1 എന്നുള്ള രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങി. ഇനി അവരെന്തായാലും ഗോൾ അടിക്കണ്ട എന്നുള്ള രീതിയിൽ ഒരാൾ മാത്രം ഇങ്ങനെ കയറി പ്രസ് ചെയ്യുക, ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ, കോർഡിനേഷനും ഇല്ലാതെ. ഇത് ഒരു എന്തെങ്കിലും ചെയ്ത് ആ ഒരു ടീം വർക്ക് കൊണ്ടുവരണം, കലക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീം വർക്ക് എന്തായാലും കൊണ്ടുവരണം. തീർച്ചയായും മേ ബി ഇറ്റ് ക്യാൻ ബി നമുക്ക് ക്യാപ്റ്റനെയും പറയാം, അല്ലെങ്കിൽ മാനേജറെയും പറയാം. ഇത് രണ്ടുപേർക്കും ഉള്ളതാണ്. വാൻഡൈക്ക് ക്യാൻ ഡിസൈഡ് നോ ഇൻ ദ ഗ്രൗണ്ട്. അവന് ഡിസൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് പ്രസ് ചെയ്യണമെങ്കിൽ അതേപോലെ ഹൈ പ്രസ് ചെയ്ത് കളിക്കണം, ഇല്ലെങ്കിൽ മാനേജർ ഇൻഫർമേഷൻ കൊടുക്കാമായിരുന്നു. എത്രയോ ഹാഫ് ടൈം കഴിഞ്ഞിട്ട് കളികളിൽ നമ്മൾ ഈ സിറ്റ് ബാക്ക് ചെയ്യുന്നത് ഇറ്റ്സ് എ ക്ലിയർ ഡയറക്ഷൻ ഫ്രം ദ മാനേജർ, അല്ലാണ്ട് പ്ലേയേഴ്സ് സ്വയം തീരുമാനിക്കില്ല. സോ നമ്മുടെ ലാസ്റ്റ് സീസൺ നടക്കുന്ന പരിപാടി ഇല്ല. അതായത് നമ്മൾ ഫസ്റ്റ് ഹാഫ് സേഫായി കളിക്കുന്നു, 1-2 ലീഡ് അടിക്കുന്നു, അല്ലെങ്കിൽ 0-0 ആണെങ്കിലും സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴേക്കും നമ്മൾ 2 ഗോൾ അടിക്കുന്നു. 60 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ സിറ്റ് ബാക്ക് ചെയ്യുന്നു, 75th മിനിറ്റ് എൻഡോൺ ഇറക്കുന്നു, നമ്മൾ ഗെയിം ക്ലോസ്. നമ്മൾ പണ്ട് പറയുന്നുണ്ട് എൻഡോ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കളി. അത് നടക്കുന്നില്ല. നമുക്ക് ആ ഒരു ഡിഫെൻസീവ് സോളിഡിറ്റിയോ അല്ലെങ്കിൽ സെറ്റ് പീസ് സോളിഡിറ്റിയോ ഇല്ല. കാരണം ഇത് 83rd മിനിറ്റ് ആണെങ്കിലും 2-0 ലീഡ് ആണെങ്കിൽ ഓപ്പോസിറ്റ് കോൺട്രോ ഫ്രീ കിട്ടി അവിടെ ഗോൾ വരും. ദെൻ വി ആർ പാനിക്കിങ്. സോ ആ ഒരു കോൺഫിഡൻസ് വരുന്നവരേക്കും നമ്മൾ ഈ ഒരു ഇത്രയും ഡിഫെൻസീവായ ഒരു അപ്രോച്ച് സെക്കൻഡ് ഹാഫിൽ എടുക്കുന്നത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എനിക്ക് സംശയമുണ്ട്. എനിവേ ഇറ്റ്സ് 3 points. ഇറ്റ്സ് വുൾഫ്സ് ഐ നോ, ബട്ട് നമ്മുടെ കളി ടോപ്പ് 4 ചെൽസിയുടെ റിസൾട്ടോട് കൂടി നമ്മൾ ടോപ്പ് 4 ക്ലിയർ എന്താ പറയാ ഷെയറിംഗ് അല്ല, 3 points ഉണ്ട്. 7 points behind Aston Villa and 10 points, 8 points behind City and 10 points behind Arsenal. നമ്മുടെ ശരിക്കും ഈ സീസണിൽ to think that we are 8 points behind City and 10 points behind Arsenal is really surprising. കാരണം it should have been one of the best seasons ever എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നുള്ളത്. നമ്മളാണെങ്കിൽ clearly the worst season. Yes. Still 10 points behind. Yeah. So let us talk about ആ ഗെയിം തന്നെ നമുക്ക് തുടങ്ങാം അല്ലെ. ഒറ്റ കാര്യം കൂടി, നമ്മൾ ഒരു കാര്യം വിട്ടുപോയി ഇതില്. നമ്മള് പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ മാച്ചില്. എന്താന്ന് ഓർമ്മ വരണ്ട ആർക്കെങ്കിലും? അതുണ്ട്.
അതുണ്ട്, അതൊരു പ്രധാനപ്പെട്ട കാര്യം. അതല്ല, നമ്മള് സ്ഥിരമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് വരുന്ന കിയസ് സ്റ്റാർട്ട് ചെയ്തു. കിയസ് സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരുപാട് കോമഡി ട്രോളുകളൊക്കെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. പക്ഷെ കിയസ് സ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യിച്ചു എന്നുള്ളതൊരു സംഭവമായിരുന്നു. ആദ്യത്തെ സബ് അവിടെ തന്നെ ആയിരുന്നല്ലേ? ആദ്യത്തെ സബ് കിയസ് തന്നെയല്ലേ? അതെ കളിച്ചല്ലോ. ഓക്കെ, നമ്മള് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. എന്താ വില്ല വേഴ്സസ് ചെൽസി. നമ്മുടെ കളി പോലെ തന്നെ ഇറ്റ് വാസ് എ ഗെയിം ഓഫ് 2 halves. ചെൽസി ഷുഡ് ഹാവ് ബീൻ 3-4-0 അപ്പ് ബൈ ഹാഫ് ടൈം. അതായത് വില്ല നോട്ട് ഈവൻ ക്ലോസ്. അവര് ഡിഫെൻഡ് ചെയ്ത് ചെൽസി അങ്ങോട്ട് അടിക്കുന്നു, ഇങ്ങോട്ട് അടിക്കുന്നു, ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അവസാനം അടിച്ച ഗോളും മറ്റേ ജാവ പെഡ്രോ അറിഞ്ഞത് പോലും ഇല്ല. ഒരു കോർണറിന്ന് ഡിഫ്ലക്ഷൻ വന്നിട്ട് കയറിപ്പോയതാണ്. ബട്ട് അത് നമ്മുടെ ക്ലബിന്റെ അവസ്ഥയും വില്ല ക്ലബിന്റെ അവസ്ഥയും കണ്ടാൽ യു ക്യാൻ സി ഹൗ മച്ച് കോൺഫിഡൻസ് മേക്സ് എ ഡിഫറൻസ്. വില്ല അത്രയും ബാറ്ററിങ് ഫസ്റ്റ് ഹാഫ് കിട്ടിയിട്ടും ദേ കെയിം ബാക്ക് ആൻഡ് ദേ stuck to it and they fought. ഇപ്പൊ കോൺഫിഡൻസ് വരുമ്പോ ഗോൾസ് വിൽ കം. ലൈക്ക് എന്താ പറയാ, അവർക്ക് അറിയായിരുന്നു അവർ ജയിക്കും. ഇപ്പൊ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഗണേശൻ പറഞ്ഞൊരു സാധനം ഉണ്ട്, അതായത് ആരെങ്കിലും വന്ന് ഗോൾ അടിക്കും, അത് എങ്ങനെയെങ്കിലും വന്ന് ഗോൾ അടിക്കും, അവർ ജയിക്കും. ആ ഒരു കോൺഫിഡൻസ് വില്ലയ്ക്ക് വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് റിസൾട്ട് ഫോർ ദ ലീഗ് ആസ് വെൽ ബിക്കോസ് ആസ്റ്റൺ വില്ല ദ ഫോം ഇസ് വെരി വെൽക്കമിങ്, ഒരു റിഫ്രഷിംഗ് ആണ്. But Chelsea, like, what is wrong or what is right with Chelsea? Because Chelsea നമ്മുടെയും വ്യത്യാസം എന്താ വെച്ചാൽ we playing bad and we are winning now. They're playing well and they're losing now. Because Chelsea were good, അല്ലേ? നല്ല കളിയായിരുന്നു ഫസ്റ്റ് ഹാഫ്. ചെൽസി they did dominate it. വില്ലന്റെ കൂടെ യൂഷ്വലി അത് കാണാറില്ല. പക്ഷെ ആരെ ഫിനിഷ് ചെയ്യണ്ടേ? ഗോളിന്റെ അകത്തേക്ക് എത്തിച്ചാലേ കളി ജയിക്കൂ. ഈ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയില് ചെൽസിക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഒരു നമ്പർ 9 ആണ്. ഞാനിതിൽ നമ്മുടെ ട്രാൻസ്ഫർ പോഡ്കാസ്റ്റും പറഞ്ഞതാണ്. പീപ്പിൾ തിങ്ക് ദാറ്റ് ജാവോ പെഡ്രോ ഇസ് നമ്പർ 9. ഈസ് നോട്ട് എ നമ്പർ 9. ഈസ് എ നമ്പർ 9.5. സപ്പോർട്ട് സ്ട്രൈക്കർ ആണ് പുള്ളിക്ക്. പറയുന്നുണ്ട് നമ്പർ 9 അല്ലാന്ന്. സമ്മതിക്കുന്ന കാര്യമാണ്. ഡിലാപ്പിനെയാണ് അവർ കളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. But Dilap is not fit. Gio is not up to the mark. So they need a proper number 9 and I don't know why they didn't sign a number 9. ഈ നമ്മുടെ ചെൽസിയുടെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് അവർ ഇത്രയും കാശ് ചെലവാക്കിയിട്ട് they are still looking for a winger, it seems. Left winger they want, from what I'm reading. And they are still not replace. ആ ഗോൾ കീപ്പറിനും സ്ട്രൈക്കറും ഒഴികെ ബാക്കി അവരെല്ലാവരും മേടിക്കും. ഈ രണ്ട് പൊസിഷൻ ഇസ് സോ ഇമ്പോർട്ടന്റ് ആൻഡ് ഐ കാൺട്ട് ബിലീവ് ദാറ്റ് വി ബോട്ട് ഇസാക്ക് ആൻഡ് കിറ്റിക്കി. രണ്ട് ക്വാളിറ്റി നമ്പർ 9s we have. If you look at Arsenal, they got Gyökeres and they have Havertz. Okay, workable ആണ്. If you look at United, they have Sesko and they have 2 players who can play there. Cunha is a better number 9 than Joao Pedro. Number 9 ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് Cunha. At the same time, you look at Spurs, they have Kolo Muani, they have Richarlison and they have Solanke. Man City has Marmoush and Haaland. പിന്നെ സിറ്റിയുടെ ഒരു ഫോർമേഷൻ വെച്ച് ഫോർഡൻ. ബട്ട് എന്തുകൊണ്ട് സിറ്റി ഒരു ടോപ്പ് ക്ലാസ്, ചെൽസി ഒരു ടോപ്പ് ക്ലാസ് നമ്പർ 9 മേടിക്കുന്നില്ല എന്ന് എനിക്ക് ഇപ്പോഴും ശരിക്കും അത്ഭുതമാണ്. ദേ വെർ ലിങ്ക്ഡ് വിത്ത് നമ്മുടെ ഗാലറ്റാസറേ പോയ ഒസിമൻ. They were linked with a lot of players. So I think Chelsea are in for a top 4 battle. I think Chelsea will be there, but I don't think title is something they would be looking for. Other than it's long gone. ചെൽസിനെ സംബന്ധിച്ചോളം ട്രാൻസ്ഫർ മാർക്കറ്റിൽ ചെൽസിനെ സംബന്ധിച്ചോളം എന്താ വെച്ചാൽ they are looking for a low wage high incentive player. Strikers doesn't fall into that. വളരെ rare ആണ് സ്ട്രൈക്കർ comes and say that I'll sign for low wage, ബാക്കി ഗോൾസ് അസിസ്റ്റന്റ് തന്നാൽ മതി എന്നുള്ളത്. ആ ഒരു സെറ്റപ്പിൽ വളരെ ചാൻസ് കുറവാണ്. നമ്മളിപ്പോ ഇസാക്ക് വന്നാൽ പോലും ഐ ഡോണ്ട് തിങ്ക് ഇസാക്ക് ഇസ് ഓൺ ലോവർ വേജ്. എത്രയാണെന്നുള്ളത് എനിക്ക് അതിന് നോക്കേണ്ടി വരും. ബട്ട് ഈസ് നോട്ട് ഓൺ ലോവർ വേജ്. ടിക്കി ആയാലും കൺസിഡറബിളി ഹയർ ആയിരിക്കും. See, I love the fact that Newcastle went for Woltemade and Visa. അവര് പ്രോപ്പർ രണ്ടുപേരും മേടിച്ചു. അവര്
ഗോർഡനെ വെച്ച് ട്രൈ ചെയ്തു, മനസ്സിലാവുന്ന വിസയെ മേടിച്ചു. ചെൽസി കുഡ് ഹാവ് സൈൻഡ്. മൂവിംഗ് ഓൺ ടു അതർ ഗെയിംസ്, യുണൈറ്റഡ് ന്യൂകാസൽ, ടോക്കിംഗ് അബൌട്ട് ന്യൂകാസൽ, ഇറ്റ്സ് എ ബിഗ് വിൻ ഫോർ യുണൈറ്റഡ്. ആ കളി they would have dropped on further, പക്ഷെ they are in touch with top 4, and Newcastle big problems. Yeah, finally Gordon is starting to play up. Season മുഴുവൻ he was pathetic. അപ്പൊ ആ സ്റ്റേജിൽ Gordon is trying to climb up, പക്ഷെ അവർക്ക് ഇപ്പൊ എന്താ വെച്ചാൽ ജോലിംഗ്ടൺ is not fully fit. അപ്പൊ ആ ഒരു 3 പ്ലേയേഴ്സ് ഇല്ല, 3-ൽ ആര് മിസ് ആയാലും they are done. If Newcastle ഈ സീസൺ ടോപ്പ് 4 എത്തുന്നു തോന്നുന്നുണ്ടോ? ഇല്ല. മാത്രല്ല എനിക്ക് ഈ എഡി ഹോവിന്റെ അപ്രോച്ച്, അയാള് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആള് ആ വിങ്ങേഴ്സിനെ ഉപയോഗിച്ച് അങ്ങനെ കളിക്കാൻ നോക്കലും, ആളത്തെ ഒരു പ്രോപ്പർ ആ മിഡ്ഫീൽഡ്, ഇത്ര നല്ലൊരു മിഡ്ഫീൽഡ് ഉണ്ടായിട്ട് അത് മര്യാദയ്ക്ക് ഉപയോഗിച്ച് കളിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. നമ്പർ 9 ഉള്ളതും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. എന്തൊക്കെയോ ആളുടെ ആ കളിയുടെ അപ്രോച്ച് തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇത്രയും നല്ല പ്ലേയേഴ്സ് ഉണ്ടായിട്ട് ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണില്ല എന്ന് പറഞ്ഞാല്, ഗോർഡനൊക്കെ എന്ത് നല്ല പ്ലെയർ ആയിരുന്നു ഇതിനു മുമ്പ് എവർട്ടണിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷെ ആളെ ഒന്നും ശരിക്കും ഉപയോഗിക്കാൻ പോലും പറ്റണില്ല ആ ഒരു ഇതില്. ആകെ പ്രശ്നം ഈ ഹോളും ലിബർമെന്റോ ആ ഫുൾ ബാക്സ്, അവരും നല്ല അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഫുൾ ബാക്സ്, അവരെയും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റണില്ല. ശരിക്കും ആ മിഡ്ഫീൽഡ്, അവരുടെ നല്ല സ്ട്രോങ് മിഡ്ഫീൽഡ്, അവരെ അവിടെ ബേസ് ആക്കി വെച്ച് ആ മിഡ്ഫീൽഡ് കൂടെ വേറെ ആർക്കും പന്ത് കൊണ്ട് പോകാൻ പോലും പറ്റാത്ത രീതിയിൽ നല്ല മിഡ്ഫീൽഡാണ്. പക്ഷെ അവർക്കത് കളിക്കാൻ പറ്റില്ല. ഞാൻ ഈ മാച്ചിന്റെ മാത്രമല്ല പറഞ്ഞില്ല, ലിവർപൂളിന്റെ ഈ സീസണില് പലപ്പോഴും അങ്ങനെയൊന്നും അവർക്ക് യൂസ് ചെയ്യാനേ പറ്റുന്നില്ല. കഴിഞ്ഞ സീസണിൽ അതെ മര്യാദയ്ക്ക് ഉപയോഗിക്കാനൊന്നും പറ്റിയിട്ടില്ല. അവരുടെ പ്രശ്നം. അല്ല, എനിക്കൊരു കാര്യം പറയണ്ടേ, എല്ലാരും ന്യൂകാസിലിനെ കുറിച്ച് പറയുമ്പോ യുണൈറ്റഡിനെ കുറിച്ച് പറയണ്ടേ. സോ ഞാൻ രണ്ട് മാച്ചായിട്ട് കാണുന്നു. ലൈക്ക് ദ എയ്ഡൻ ഹെവൻ, അടിപൊളി പെർഫോമൻസ്. പറഞ്ഞേ പറ്റൂ. അതായത് പെട്ടെന്ന് ഇങ്ങനെ ചിപ്പ് ചെയ്ത് പ്ലേയേഴ്സ് ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു നല്ലൊരു പെർഫോമൻസ്, ചില്ലറ പണിയല്ല, അടിപൊളി കളി മോനെ, സൂപ്പർ കളി, നല്ല ഗെയിം അവയർനെസ്. എന്തായാലും അവനെ സ്റ്റാർട്ട് ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല റിസൾട്ട്സ് വരാൻ സാധ്യതയുണ്ട്. ദേ ഹാവ് എ ഗുഡ് ഗോൾ കീപ്പർ നൗ. അടിപൊളി കളിക്കും. ആർസണലിന്റെ പ്രൊഡക്റ്റ് ആയിരുന്നു യുണൈറ്റഡ്, അവിടുന്ന് ചൂണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. കിഡിലം പ്ലെയർ, നല്ല സെന്റർ ബാക്ക്. ടോക്കിംഗ് അബൌട്ട് ആർസണൽ, ഒരു ടഫ് ഗെയിം ആയിരുന്നു. ഞാൻ ഹൈലൈറ്റ്സ് ഒക്കെ കണ്ടത്, ബിക്കോസ് ലിവർപൂൾ ഗെയിം ആൻഡ് ആർസണൽ ഗെയിം സെയിം ടൈം ആയിരുന്നു. ബട്ട് ഇറ്റ്സ് എന്താ പറയാ, ടൈറ്റിൽ ചാലഞ്ചർ വിൻ ആണ് ശരിക്കും പറഞ്ഞു. ദേ ഗോട്ട് ദ ജോബ് ഡൺ ആൻഡ് ദേ ഹാഡ് ടു വിൻ ദാറ്റ് ഗെയിം. അത് അവര് പിന്നെ അവരുടെ നമ്മുടെ ഗ്യോക്കറേസ് ഗോൾ കളിക്കുന്നില്ലെങ്കിലും അവരുടെ ഈ സീസണിൽ കിള്ളം സൈനിങ് ഉണ്ട്, ഓൺ ഗോൾ. ഇപ്പൊ എത്ര 7 ഓൺ ഗോൾ. ഈ മാസത്തെ ടോപ്പ് സ്കോറർ അല്ലേ? ഓൺ ഗോൾസ് ആർ കമ്മിങ് ഫോർ ദം. ആൻഡ് ആ ഓൺ ഗോളിനെ പറ്റി പറയുകയാണെങ്കിലും ഇറ്റ്സ് ഡ്യൂ ടു ദിയർ ക്വാളിറ്റി ഓഫ് സെറ്റ് പീസ് ഡെലിവറി. അവരുടെ സെറ്റ് പീസ് ഡെലിവറിയുടെ ക്വാളിറ്റി കാരണം വരുന്ന ഗോൾസ് ആണ്. സോ ഇറ്റ് കാൻ ബി ലൈക്ക്, ഇറ്റ്സ് നോട്ട് എ ഫ്ലൂക്ക് ഓർ എ ലക്ക്, ഇറ്റ്സ് എ ഡിസൈൻ. ബട്ട് ആർസണൽ അഗൈൻ കളി അധികം കാണാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് വിൽ മൂവ് ഓൺ ടു ദ ഗെയിം വി സോ. ഐ റിയലി want this manager to succeed. Thomas Frank at Spurs. ഈ ന്യൂകാസലിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ this was a game they had to win. And റിച്ചാർഡ്സൺ ഒരുപാട് ഗോൾ അടിച്ചില്ലെങ്കിലും പാവം അവൻ ഒരു അസിസ്റ്റ് കിട്ടി, ബാക്കിയെല്ലാം ഓഫ് സൈഡ്. ഒരുപാട് ഗോൾ അടിച്ചിരുന്നു, എല്ലാം ഓഫ് സൈഡ് ഗോള് കുറെ അടിച്ചിട്ടുണ്ട്. ഇല്ല, പഠിച്ചു നേരെ അപ്പുറത്തേക്കാ നോക്കുന്നത്. ഇത് സ്ലോട്ട് ഒക്ടോബർ നവംബറില് പെർഫോമൻസ് ലോ ആയപ്പോ സ്ലോട്ടിൽ റീപ്ലേസ് ചെയ്യാൻ ഗ്ലാസ്നറും ഇറയോളയൊക്കെ വേണമെന്ന് പറഞ്ഞ് ഇപ്പൊ അവരുടെ കത്തിക്കലൊക്കെ തീർന്നു. അതാണ് ഇപ്പത്തെ സിറ്റുവേഷൻ. ആരെ മേടിക്കും? കഴിഞ്ഞ പോഡ്കാസ്റ്റ് ഞാൻ പറഞ്ഞൊരു സാധനമുണ്ട്, ദ ഫോൾ ഓഫ് ന്യൂ ബോൺമത്ത് ആൻഡ് ക്രിസ്റ്റൽ പാലസ്. ഈ നീജർക്ക് ഫാൻസിനും ഇവരൊക്കെ ഒരു ശരിക്കും പറയേണ്ട ഒരു പോയിന്റാ. കാരണം എവിടെ
എന്തു പറ്റി? ഒന്നുമില്ല, ഒറ്റടിക്ക് പട്ട പോയി. പാലസ് ഇപ്പൊ എത്രാമത്തെയാ? ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാലസ് 9, പാലസ് 15. Crystal Palace have lost 3 in a row, and Bournemouth is now 15th, having in the last 5 games they've drawn 3 and lost. ഡ്രോ, അതെ ഡ്രോ യുണൈറ്റഡ് ആയിട്ട് ഡ്രോ. അതില് വേറെ കോമഡി, അതില് ഈ കളികളിൽ ഗോൾ അടിച്ചത് സെമന്യാണ്. ആള് ജനുവരിയിൽ പോവുകയും ചെയ്യും. എന്തായിരിക്കും അവസ്ഥ? അവന്മാര് കളിക്കുന്നുണ്ട്, പക്ഷെ ജയിക്കുന്നില്ല എന്ന് മാത്രം. ഇല്ല. വേറെ ഒരു വെരി ഗുഡ് ഗെയിം. ആ കളി കാണാനുള്ള കാരണം തന്നെ നമ്മുടെ അടുത്ത മാച്ച് അവരായിട്ട് സൺഡർലാൻഡ് ലീഡ്സ് ലുക്ക്ഡ് റിയലി അവര് ദേ ഹാഡ് ഒരു നല്ല ഫോർവേഡ് ലൈൻ. കാൽവേർട്ട് ലൂയിൻ ഇസ് ഫൈനലി ഹിറ്റിംഗ് ഫോം. പിന്നെ അവരുടെ ഐ ലവ് ദാറ്റ് പ്ലെയർ, നമ്മുടെ really good. Aronson, like Leeds are good. So I thought they would win the game, but again ഈ Sunderland and confidence. അവരെ കുറെ players ഇല്ല, but they have that confidence in them. I think they did really well. 1-1 and it's a fair result also. And വേറെ ഏതെങ്കിലും മാച്ച് സിറ്റി ഫോറസ്റ്റ് again നമ്മുടെ ആർസണലിനെ കുറിച്ച് പറഞ്ഞ പോലെ it was a game they had to win and they got the job done. We'll come back to Liverpool അല്ലേ? We'll come back to next game, ലീഡ്സും ആയിട്ടുള്ള. ഈ അടുത്താണ് കളിച്ചത്. ഹാർട്ട് ബ്രേക്കിംഗ് ഗെയിം ആയിരുന്നു. Another 2 points we dropped that day. ലാസ്റ്റ് മിനിറ്റ് ഗോൾ മേടിച്ചിട്ട്. Squad is looking much healthier than ഇത് ഞാൻ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗണേഷ അല്ല, ഞാൻ തന്നെ ഇത് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ സംസാരിക്കും സ്ക്വാഡ് ഇസ് ലുക്കിംഗ് വെൽ എന്നൊക്കെ പറഞ്ഞതേ. അല്ല, സ്ക്വാഡ് ഇസ് ഫൈനലി ലുക്കിംഗ് ഹെൽത്തിയർ എന്നാ പറഞ്ഞത്. ലൈക് ഗാക്പോ ഇസ് ബാക്ക്, ഫ്രംപോങ് ഇസ് ബാക്ക്, സോബോസ്ലൈ വിൽ ബി ബാക്ക്. നമ്മള് ലാസ്റ്റ് മാച്ചിന്റെ പ്രിവ്യൂ ചെയ്തപ്പോ നമ്മള് പറഞ്ഞത് ആരൊക്കെയാണ് ഫിറ്റ് അവരൊക്കെ കളിക്കും. നമ്മള് ധോണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഭാഗ്യത്തിന് കേസ് കളിച്ചു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ നെക്സ്റ്റ് ഗെയിം വന്നത് ഒരു പാസ് ചെയ്തു, അതിനുശേഷം വിസിൽ അടിച്ചു. പറഞ്ഞ പോലെ ലീഡ്സ് ഗെയിം ഐ തിങ്ക് വീൽ പ്ലേ വെൽ. ഐ ഹാവ് ദാറ്റ് കോൺഫിഡൻസ് നൗ ബിക്കോസ് എന്താ പറയാ, എല്ലാരും കളിച്ചു തുടങ്ങി. ലൈക് വി ഹാവ് എ ടീം നൗ, പ്രോപ്പർ ടീം. അതായത് നമ്മൾ എന്താണ് ഫ്യൂച്ചറിൽ ആലോചിച്ച ടീം, അതാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. എക്സെപ്റ്റ് മെക്കാലിസ്റ്റർ ഓൺ ഇങ്ങനത്തെ ഒരു ദുരന്തം ഫോമിലുള്ളത്. അയാൾ എണീച്ചൊന്ന് കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും എന്തായാലും. സോബോസ്ലൈ അടുത്ത കളി തിരിച്ചു വരും. സോ ലീഡ്സ് കഴിഞ്ഞ മാച്ചിൽ എങ്ങനെ നമ്മുടെ കൂടെ കളിച്ചു, അതായത് അവരുടെ ഹോം ഗെയിം ആയിരുന്നു, ഇപ്പൊ നമ്മുടെ ഹോമിലാണ് കളി. സോ ദാറ്റ്സ് അനദർ അഡ്വാൻറ്റേജ് ഫോർ us. സോ ഈ കളിച്ച കളി, അതായത് സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് ഞാൻ നോക്കുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ കളിച്ച കളി നമ്മൾ ലീഡ്സുമായിട്ട് കളിച്ചാൽ വിൽ ഗെറ്റ് എ ഗുഡ് വിൻ, മേ ബി കംഫർട്ടബിൾ വിൻ അഗെയിൻസ്റ്റ് ലീഡ്സ് എന്ന് വേണം പറയാം. സോ വി ആർ ആക്ച്വലി, അതായത് സെക്കൻഡ് ഹാഫിൽ പ്രോപ്പറായിട്ട് നമ്മൾ ബേസിക്സ് മാത്രം കളിച്ച് പോവുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ജയിക്കാൻ പറ്റുന്ന കളിയായിരിക്കും. ഹോം ഗെയിം ആണ്, അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ലീഡ്സ് ലീഡ്സിന്റെ യൂഷ്വൽ ഇഷ്യൂ എന്ന് വെച്ചാൽ അവര് കളിക്കും, അവർക്ക് ഗോൾ അടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതായിരുന്നു അവരെ എൻറ്റയർ സീസൺ സ്റ്റാർട്ടിങ്ങിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പം കാൽവർട്ട് ലൂയിൻ വന്നതിന് ആദ്യത്തെ 10 കളിയിൽ ഒരു ഗോൾ എങ്ങനെ അടിച്ചതായിരുന്നു. പിന്നുണ്ട് എല്ലാ 6 കളിയിലും 7 കളിയിലും അവരെ ഈവൻ ലീഡ്സിന്റെ ക്ലബ് റെക്കോർഡിലാണ് ഉള്ളത്. സോ കണ്ടിന്യൂസ് 6 ഗെയിംസ്, കണ്ടിന്യൂസ് 7 ഗെയിംസ് ആയി ഗോൾ അടിക്കുന്നു. സോ നമ്മുടെ ഡിഫൻസ് ആണെന്നുണ്ടെങ്കിൽ എന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. സോ പ്രോബബ്ലി വിൽ കൺസീഡ് ആസ് വെൽ. ഈസി വിൻ എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ബട്ട് ദർ ആർ സൈൻസ് ദാറ്റ് ഓക്കെ വി പ്രോബബ്ലി ആർ ക്ലിക്കിംഗ് ഇൻ ഒഫെൻസീവ്.
സോ ഇഫ് യു ക്യാൻ ഗെറ്റ് സംതിങ് ലൈക്ക് ഒരു ഫസ്റ്റ് ഗോൾ എങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി എന്താ പറയുക ഒരു 3-2 വിൻ കൈൻഡ് ഓഫ് തിങ്. കാരണം നമ്മളിപ്പോ 3 ഗോൾ ലീഡ് ആണെന്നുണ്ടെങ്കിൽ പോലും അവർ ഒന്നടിച്ചാൽ അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്, അടിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് അവർക്കുണ്ട്. അത് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് നമുക്കുണ്ട്. എന്തായാലും കാരണം ഞാൻ പറയാൻ ഉദ്ദേശിച്ചാണ് കാൽവെർട്ട് ലൂയിൻ അവിടെ നിൽക്കുന്നു, ഒരു കോർണർ ഇങ്ങനെ വരുന്നു. ഓക്കെ, ഇത് കൺസിഡർ ചെയ്യാനുള്ളതാണല്ലോ. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. സോ ഒരു 3-2 വിൻ കൈൻഡ് ഓഫ് തിങ് പ്രതീക്ഷിക്കാം. അവര് ഇനിയും ഒരു 3 ഗോൾ അടിക്കും തോന്നുന്നില്ല. നമ്മുടെ എനിക്കിത് ഫീൽ ചെയ്ത് കഴിഞ്ഞ ലീഡ്സിന്റെ കഴിഞ്ഞ മാച്ച് നമ്മൾ കണ്ടു, സന്ദർലാൻഡിന്റെ മാച്ച്. അവര് ഭയങ്കര ടഫ് ഗെയിം ആയിരുന്നു അവർക്ക്. ഹൈ ഇന്റൻസിറ്റിയിൽ അവര് ഒരുപാട് ഓടി നടന്ന് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് അവര് ആ കളി കളിച്ചത്. നല്ല ഒരുപാട് എനർജി അവർക്ക് അതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. നമ്മളാണെങ്കിൽ നമ്മളങ്ങനെ സെക്കൻഡ് ഹാഫിൽ ഗെയിമൊക്കെ സ്ലോ ആക്കി നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഈ മാച്ചും കൂടി കണക്കാക്കിയിട്ടാണ് സ്ലോട്ട് അത് കളിച്ചതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നത് ഈ മാച്ച് നമ്മൾ സുഖമായിട്ട് ജയിക്കും. ഒരു 3-0 നമ്മൾ ഗോൾ കൺസീഡ് ചെയ്യാൻ തന്നെ ജയിക്കുന്ന എനിക്ക് DCL കാൽവെർട്ട് ലൂയിൻ ഇങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെ ഇത്ര വരെ എത്തി ഇന്ത്യ അങ്ങോട്ട് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ആള് ഗോൾ അടിച്ചിട്ടുള്ളതൊക്കെ ആ ഒരു പെനാൾട്ടി സ്പോട്ടിന്റെ അടുത്തുനിന്ന് അതൊക്കെ എല്ലാ ചാനലിലും എല്ലാ റിവ്യൂലൊക്കെ അവരിങ്ങനെ പറഞ്ഞു പോകുന്നൊരു കാര്യം. എനിക്ക് തോന്നുന്നത് ആ പൊസിഷനിൽ നിന്ന് എന്തായാലും നമ്മുടെ അടുത്ത് അടിക്കാൻ ചാൻസ് കിട്ടാൻ സാധ്യതയില്ല. ഒന്ന് നമ്മുടെ ടീം അത് അല്ല ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളെ ചില പ്ലേയേഴ്സ് ബോസ്ലൈ ഫ്രഷ് ലെഗ്സ് ആയിരിക്കും, നമുക്ക് മെയിൻ പ്ലെയർ ആണ് നമ്മുടെ. അതുപോലെ ഇനി കെർക്കസി ചിലപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. കെർക്കസി കളി കുറെ കളിച്ചു, അവിടെ റോബർട്ട്സൺ ഉണ്ട്. നമുക്ക് അങ്ങനെ ഇപ്പൊ ബ്രാഡ്ലി ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വരും, ഫ്രിംപോങ്ങിന് വരും. നമുക്ക് ആ ക്വാളിറ്റി ആയിട്ടുള്ള ആ റീപ്ലേസ്മെന്റ്സ് കീ പൊസിഷനിൽ നമുക്ക് വന്നിട്ടുണ്ട്. ആ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് പിന്നെ ഗാക്പോ ഓഫ് കോഴ്സ് ഗാക്പോ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ കിയസ ആയില്ല, ഗാക്പോ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മള് കുറച്ചും കൂടിയും ഫ്രഷ് ആയിട്ടുള്ള പ്ലേയേഴ്സും വെച്ച് നമ്മുടെ സ്റ്റൈല് വേർഡ്സിനെ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും. വേർഡ്സും കുറെ നേരം കളിക്കേണ്ടി വരും. വേർഡ്സ് ഒരു 70 മിനിറ്റ്സിലുള്ള കളി അത്രയും ആകുമ്പോഴേക്കും നമ്മൾ 3-0 കംഫർട്ടബിൾ ലീഡിലായിരിക്കും എന്നുള്ള ഇതിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും അതന്നെ നമുക്ക് ലൈനപ്പ് നോക്കാം. ലൈനപ്പ് ഇപ്പം സുദീപ് പറഞ്ഞ ഐ അഗ്രി വിത്ത് ഹിം. ഐ ഡോണ്ട് തിങ്ക് ഫ്രിംപോങ് വിൽ സ്റ്റാർട്ട്. കാരണം ഫ്രിംപോങ് ലാസ്റ്റ് 90 മിനിറ്റ്സ് കളിച്ചില്ലേ. അപ്പോ ഫ്രിംപോങ് ബ്രാഡ്ലി മേ സ്റ്റാർട്ട്. പിന്നെ കൊണാട്ടെ, വേറെ ആരും ഇല്ല. കൊണാട്ടെ നമ്മൾ പറയുമ്പോൾ ശരിക്കും കൊണാട്ടെ സെന്റർ ബാക്ക് ആയിട്ട് കാണരുത്. പുള്ളി മോസ്റ്റ് ഓഫ് ദ ടൈം അവിടെ ഇല്ല. പുള്ളി ഒന്നെങ്കിൽ മിഡ്ഫീൽഡിലായിരിക്കും, അല്ലെങ്കിൽ ഇപ്പുറത്തെ റൈറ്റ് വിങ്ങിൽ എവിടേക്ക് പോയി നിൽക്കും. അപ്പോ കൊണാട്ടെ, വാൻ ഡൈക്ക് ആൻഡ് ഐ തിങ്ക് റോബർട്ട്സൺ വിൽ പ്ലേ. ഐ ഡോണ്ട് തിങ്ക് കർക്കേസ് വിൽ പ്ലേ ബാക്ക് ടു ബാക്ക്. Midfield, I'm looking at Szoboszlai, Gravenberch, McAllister, Curtis Jones. And I think we are going to play Wirtz and Ekitike up front. Gakpo may come on as sub. I don't. എനിക്ക് ഒരേ ഒരു ചേഞ്ച് കഴിഞ്ഞ മാച്ചിന് ഈ മാച്ച് will be Chiesa instead of Szoboszlai instead of Chiesa. I think Frimpong will still start. Frimpong start ചെയ്തിട്ട് maybe Bradley will come whenever he is tired. ചന്ദ്രൻ നമുക്ക് ഇപ്പോഴൊരു മൊമെന്റം ഉണ്ടല്ലോ, ഒരു ബ്രേക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ്. സ്ലോട്ട് doesn't want that usually. Given a choice, he wants to start the same 11 every time. പ്ലേയിങ് സ്റ്റൈൽ വെച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞൊരു 60 മിനിറ്റ് കഴിയുമ്പോൾ സബ് ഇറങ്ങാനാണ്. സോ ദാറ്റ് the players are not over exhausted. So അതുകൊണ്ട് ഫ്രിംപോങ് could start ഒരു 60 മിനിറ്റ്സ് ആകുമ്പോൾ he will be withdrawn for Bradley. കിയേസ പുറത്ത്, ജീവനുള്ള ഏതൊരാൾ വന്നാലും കിയേസ പുറത്ത്. സോ McAllister എന്നുള്ളതിലാണ് എനിക്ക് ഡൗട്ട് ഉള്ളത്. അതാണ്, അത് മാത്രമേ എനിക്ക് ഡൗട്ട് ഉള്ളൂ. മേ ബി ക്രിസ് പറയുന്ന പോലെ 4 മിഡ്ഫീൽഡേഴ്സ് നമ്മുടെ എല്ലാ മിഡ്ഫീൽഡേഴ്സും ഫീൽഡ് ചെയ്തിട്ട് അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ കുറെ പ്രസിംഗ് ഇഷ്യൂസ് വരും. എസ്പെഷ്യലി ലീഡ്സിന്റെ പേസ് ഓഫ് ദ ഗെയിം വെച്ച് നോക്കുമ്പോൾ കുറെ ഇഷ്യൂസ് വരും. നമുക്ക് മാച്ചപ്പ് ചെയ്യാൻ പറ്റില്ല അവരുടെ പേസ് ആയിട്ട്. സോ
അത് വെച്ച് നോക്കുമ്പോൾ മേ ബി അബിൻ പറഞ്ഞ പോലെ ഒരു മിഡ്ഫീൽഡറിനെ എടുത്തിട്ട് അവിടെ ഗാക്പോനെ കളിപ്പിക്കാൻ സാധ്യതയുണ്ട്. സോ എന്റെ പ്രൊഡിക്ഷൻ അതാണ്. ഫ്രിംപോങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്റെ പ്രൊഡിക്ഷൻ. ഗാക്പോ വരുമ്പോ ലെഫ്റ്റ് വിംഗിലല്ലേ കളിക്കാം? അല്ല, ഗാക്പോ ഞാൻ പറയുന്ന പോലെ നെതർലൻഡ്സിന് വേണ്ടി കളിക്കുമ്പോൾ സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിച്ചിട്ടുണ്ട്, ഒരുപാട് ഗെയിംസ് കളിച്ചിട്ടുണ്ട്. സ്ലോട്ട് പറയുന്നത് ഗാക്പോ ലെഫ്റ്റ് വിംഗർ എന്നാണ് സ്ലോട്ടിന്റെ നിലപാട്. കളിപ്പിച്ചേ പറ്റൂ. ഈ നമുക്ക് കളിപ്പിച്ച് നോക്കിയാലേ അറിയുന്നു, കളിപ്പിച്ച് നോക്കിയാലല്ലോ സെക്കൻഡ് സ്ട്രൈക്കർ. I would really like to see Gakpo, Ekitike up front. അതാണ് നമ്മള് ഇവിടെ കളിക്കുമ്പോ മറ്റേ മെംഫിസ് ഡീപ്പായ് ആയിരുന്നു അവിടെ ലെഫ്റ്റ് വിംഗ് അന്ന് കളിച്ചോണ്ടിരുന്നത്. അപ്പോ ഗാക്പോയും മറ്റേ ഹൈറ്റുള്ള പ്ലെയർ എന്താ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നില്ല, അർജന്റീന, അവന്റെ കൂടെയൊക്കെ സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണ് ഗാക്പോ. സോ അതുപോലെ കളിപ്പിച്ചു നോക്കണം. വേർഡ്സ് ബിഹൈൻഡ് ആ രണ്ട് സ്ട്രൈക്കറിന്റെ ബിഹൈൻഡ് ആയിട്ട് കളിപ്പിച്ചു നോക്കണം, നല്ല രസമായിരിക്കും. അവിടെ ആകുമ്പോ അങ്ങനെ വരുമ്പോ സിസ്റ്റം മാറ്റേണ്ടി വരില്ലേ? ഏയ് നമ്മൾ അങ്ങനെയല്ല കളിച്ചോണ്ടിരുന്നത്, അങ്ങനെയല്ല കളിച്ചോണ്ടിരുന്നത്. അല്ല, അവിടെയും വേർഡ്സ് വാസ് പ്ലേയിങ് ഔട്ട് ഓഫ് ലെഫ്റ്റ്. അതാണ് അറ്റാക്ക് ചെയ്യുമ്പോ ഫ്രീ റോളാ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് സ്ട്രൈക്കർ അപ്പോഴും അവൈലബിൾ ഉണ്ട് ഫ്രണ്ടില്. ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് സ്ട്രൈക്കർ ഉണ്ട്, അപ്പുറത്ത് ആ സൈഡിൽ നിന്ന് ഫ്രിംപോങ് ആർക്ക് വേണമെങ്കിൽ കയറി വരാം റൈറ്റ് വിംഗില്. തിരിച്ച് ഡിഫൻസീവ് ഫോർമേഷൻ ആകുമ്പോൾ ഫ്രണ്ട് ത്രീ ആയിട്ട് സ്പ്ലിറ്റും ചെയ്യാം. വേർഡ്സ് സെന്ററില് ഗാക്പോയും സൈഡില് നല്ല രസമായിരിക്കും കളി. അല്ല, ഇതിലേ ഈ ഫോർമേഷന്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ എല്ലാവർക്കും. ഈ ഡയമണ്ട് ആണ് എന്നുള്ള ധാരണയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ഡയമണ്ട് അല്ല, ഒന്നുമില്ല. 4-4-2 ബോക്സ് ആണ്, ബോക്സ് ഷേപ്പ് ആണ് മിഡ്ഫീൽഡ്. അതായത് ഒരു ഷേപ്പില്ല. ലെഫ്റ്റ് സെന്റർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് വേർഡ്സും റൈറ്റില് സൊബോസ്ലായും, അങ്ങനെയാണ്. താഴെ ഗ്രേവിയും ലെഫ്റ്റില് കേർട്ടിസും അല്ലെങ്കിൽ മെക്ക, അങ്ങനെയാണ് അതിന്റെ ഒരു ഷേപ്പ് വരുന്നത്. അപ്പൊ അതാണ് നമ്മൾ വേർഡ്സിനെ ലെഫ്റ്റിലൊക്കെ ഞാനതാണ് നമുക്ക് വിങ്ങർ ആയിട്ടല്ല വരുന്നത്, RMF LMF അങ്ങനെ ആയിട്ടാ വരുന്നത് മൊത്തത്തിൽ. സോ അതാണ് ഡിഫൻസീവ് ഫോർമേഷനിൽ വരുന്നത്. RCAM LCAM അങ്ങനെയാണ്. L10 R10 ഇതുപോലെ എന്ത് പൊസിഷൻ ആണെങ്കിലും ഈ രണ്ട് മിഡ്ഫീൽഡർ ഈ രണ്ട് പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടുവിൽ വലിയൊരു ഓട്ടയുണ്ട്. അതിലൂടെ ആർക്ക് ഓടി പോവാ, നേരെ എത്തും നമ്മുടെ പറയണ്ട. ഇത് മറ്റേ 18 പടി കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് സന്നിധാനത്തിൽ പോകുന്ന പോലെയാണ്. ചുറ്റി തണുപ്പത്തിൽ ആ മേലക്കൂടെ ഒന്ന് കയറാതെ നേരെ പൊക്കോ എന്ന് പറയുന്നത്. അവരെ ഡിഫൻഡർ വെറുതെ 2 ടച്ച് മുന്നോട്ട് എടുത്ത് തല പൊതിച്ച് നോക്കുമ്പോ ഇത് കാലിയാണല്ലോ എന്ന് ഞാൻ വോട്ട് ചെയ്താലും നേരെ പോകും നമ്മളെ ബോക്സിലേക്ക്. ബോക്സ് വരെ എത്തുകയും ചെയ്യും, ഒരാളില്ല അവിടെ. അത് കണ്ടില്ലേ, ആ മാനെ എന്ന് പറഞ്ഞ പ്ലെയർ, ബോൾസിൽ മാനെ എന്ന പ്ലെയർ ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് മാത്രമാണ് കളിച്ചത്. അവിടെ മാത്രം, അതായത് ബിഹൈൻഡ് ഗ്രാവൻബർഗ്സ് ഇല്ലെങ്കിൽ ബിഹൈൻഡ് കർട്ടിസ് ജോൺസ്, അവിടുന്ന് ബോൾ കലക്ട് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുക. അവിടെയാണ് നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരുപാട് പേര് നമുക്കൊരു DM വേണമെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അവിടെ DM കളിപ്പിക്കണമെങ്കിൽ നമ്മൾ 12 ആളെ കളിപ്പിക്കണം. കാരണം ഈ ഫോർമേഷൻ അവിടെ DM ഉണ്ടാവില്ല. ഫോർമേഷനിൽ DM-ന് സ്കോപ്പില്ല. അതാണ്, DM-ന് സ്കോപ്പില്ല ഈ ഫോർമേഷനില്. അതാണ് രണ്ട് ഡിഫൻസ് ബാക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ സീസണിൽ ഗ്രാമം പറഞ്ഞു എന്നോട് പറഞ്ഞു മുന്നോട്ട് പോകണമെന്ന്. ഞാൻ മുന്നോട്ട് പോകും. സ്കോപ്പില്ല പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കളിപ്പിച്ചില്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് ജയിക്കാനുള്ള സ്കോപ്പ് ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ചെൽസിയിലെ കളി കണ്ടു. ഐ വിഷ് സൈസിഡോ ഈസ് ദേർ ഇൻ അവർ ടീം. എന്റെ മോനെ എന്താ കളി! അമ്മാതിരി പ്ലെയർ നമ്മുടെ ടീമിൽ വേണം. അല്ല, കൈസീഡോ വന്നാല് കൈസീഡോക്ക് ഇപ്പം മെക്കാലിസ്റ്റർ കളിക്കുന്ന റോള് കളിക്കാൻ പറ്റും. മെക്കാലിസ്റ്ററിന് എന്ത് റോളോ മെക്കാലിസ്റ്ററിന് അറിയില്ല, അത് വേറെ കാര്യം. മെക്കാലിസ്റ്ററിന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇതെന്താ പരിപാടി എന്ന് മനസ്സിലായിട്ടില്ല. ശരിക്കും ഈ ടീമില് അവരവരുടെ റോള് മനസ്സിലായ പ്ലെയേഴ്സ് ആലിസനേ ഉള്ളൂ. ബാക്കി കേർട്ടിസ് ജോൺസ് പിന്നെ എവിടെയും കളിക്കും, അതുകൊണ്ട് കേർട്ടിസ് ജോൺസിന് പ്രശ്നമില്ല.
കേർട്ടിസ് ജോൺസിന്റെ പ്രശ്നം കേർട്ടിസ് ജോൺസിനെ പറഞ്ഞിട്ടുണ്ട്, ജെറാർഡും പറഞ്ഞിട്ടുണ്ട്. അത് കേർട്ടിസ് ജോൺസിന്റെ പൊസിഷൻ എന്താന്ന് അവൻ അറിഞ്ഞൂടാ. അതായത് ഹി ഈസ് നോട്ട് യുവർ റെഗുലർ മിഡ്ഫീൽഡർ. ഹി ഈസ് എ number, he wants to play number 10 but doesn't have the skill level to play number 10. He doesn't have the skill level to be a box to box midfielder. He doesn't have the skill level to play a defensive midfielder. So basically he's a mix of everything. വിങ്ങിൽ കളിക്കാൻ പേസുമില്ല, വിങ്ങിൽ കളിക്കാൻ പേസുമില്ല, but he can do everything a 7 out of 10 job. ഈ കേർട്ടിസ് ജോൺസ് കളിക്കുന്നത് മെക്കാലിസ്റ്ററിന് 7 out of 10 കളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. മെക്കാലിസ്റ്റർ ഇപ്പൊ 5 എന്താ പറയാ, യുവർ ഇംഗ്ലീഷ് മിഡ്ഫീൽഡർ. അതെ, നിനക്ക് അവിടെ ആള് വേണോ, ഞാനുണ്ട്. നിനക്ക് ഇവിടെ ആള് വേണോ, അവിടെയും ഞാനുണ്ട്. ആ സെറ്റപ്പ്. സോ ഐ തിങ്ക് നമ്മുടെ ഈ എന്താ പറയാ ഫെസ്റ്റീവ് ഫിക്സ്റ്റേഴ്സ് ഒരുപാട് പേർക്ക് പറഞ്ഞു, ഓക്കെ ഡിസംബറിലെ ഈ ക്രൂഷ്യൽ ഫിക്സ്റ്റേഴ്സ് കഴിഞ്ഞു, നമ്മൾ എല്ലാം ജയിച്ചു. പക്ഷെ ഈ സീസണിലെ ഫിക്സ്റ്റർ ലൈനപ്പ് വ്യത്യാസമുണ്ട്. In the next 10 days, we are going to play 3 games. Normally, ഈ ടൈമിൽ ന്യൂ ഇയർ ഫിക്സ്റ്റർ കഴിഞ്ഞാൽ പിന്നെ FA കപ്പ്. Then you have a week of FA Cup. ഇത്തവണ അതല്ല. We are playing Leeds on Thursday. We are playing Fulham on Sunday. Then the following week, we are playing Arsenal. So, festive fixtures കഴിഞ്ഞിട്ടില്ല. It's still going on. അതിനിടയ്ക്ക് ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുന്നുണ്ട്. We'll quickly look at other games this midweek. It's a busy period. എല്ലാ ദിവസവും മാച്ച് ഉണ്ട്. അപ്പോൾ ഉറക്കം താല്പര്യമില്ലാത്തവർക്ക് എല്ലാ ദിവസവും ഇരുന്ന് കാണാം. ബേൺലി ന്യൂകാസിൽ ഉണ്ട്. I think Newcastle should win that game. Next crucial game for us as Liverpool fans is Bournemouth versus Chelsea. 2 open teams. ഒരു ഹൈ സ്കോറിംഗ് ഗെയിമിന് ചാൻസ് ഉണ്ട്. എന്താണ് പ്രഡിക്ഷൻ? I'm going for 3-3. ഹൈ സ്കോറിംഗ് ആയിരിക്കും, പക്ഷെ ഒരു ടീം ആയിരിക്കും സ്കോർ ചെയ്യുക. ചെൽസി ജയിക്കുന്ന തോന്നുന്നു. ഒരു 4-1 കൈൻഡ് ഓഫ് വിൻ. ചെൽസി ജയിക്കാനാണ് സാധ്യത. സെമന്യയുടെ ലാസ്റ്റ് ഗെയിം ഫോർ ബോർമത്ത് ആയിരിക്കും, നമുക്ക് കാണാം. ഏതാ കളി അവിടുന്ന് കളിച്ച് അവിടെ തന്നെ ഡ്രസ്സിംഗ് റൂം മാറി, ഡ്രസ്സിംഗ് റൂമിൽ കയറുന്നു, ഹോമിലേക്ക് കയറുന്നു. ഇതാണ് മാച്ച്, മെയിൻ മാച്ച് ഇതാണ്, വില്ല ആഴ്സണൽ. That is the match. It's a win-win for us if as a Liverpool fan. As Liverpool fans 3 point ഉണ്ട്. I think we should, if we win against Leeds now, next we should be looking to catch Aston Villa step by step. 7 point gap കുറച്ച് വരാൻ ചാൻസ് ഉണ്ട്. At the same time, Arsenal, it's going to be a tough game, but they are at home. I think Arsenal സിറ്റിയുടെ മാച്ചിന് മുന്നേ കളിക്കുന്നത്. Yeah, so they can extend the lead for 5 again. At the same time, I think Arsenal's defense will have enough to എന്താ പറയാ ആസ്റ്റൺ വില്ല റെസിസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ടാവും അല്ലേ. ഗബ്രിയേൽ തിരിച്ചൊന്നില്ലേ? ഗബ്രിയേൽ തിരിച്ചെത്തി. I think it will be a 1-0 Arsenal. വില്ല മെഗിൻ അടിക്കാണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എക്സ്പെക്ടിങ് എ ഗുഡ് ഈവനിങ്. നോക്കാം, ഞാൻ സ്കോർ ലൈൻ പറയുന്നില്ല. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് സണ്ടർലാൻഡ് എവേ ആണ് സിറ്റിക്ക്, അതും നോക്കണം. സിറ്റി നിൽക്കട്ടെ, ഞാൻ പറഞ്ഞ ഈ മാച്ച് എനിക്ക് തോന്നുന്നത് ഇതൊരു 0-0 ഡ്രോ ആവാനുള്ള സാധ്യത നല്ലോണം കണ്ടു. 0-0 ഡ്രോ. ആഴ്സണലിന്റെ ആർട്ടേറ്റൻ ഭയങ്കര കോഷ്യസ് ആയിരിക്കും. നമ്മള് ആസ്റ്റൺ വില്ലയും ഭയങ്കര കോഷ്യസ് ആയിട്ടുള്ളത് കാണാം. പിന്നെ ആഴ്സണലിന്റെ എവയിലേക്ക് കഴിഞ്ഞല്ലേ ഹോം മാച്ച് ആണ്. വില്ല ഗോൾ അടിക്കും. 1-1 ആവുമായിരിക്കും ഡ്രോ ആണെന്നുണ്ടെങ്കിൽ, ബട്ട് വില്ല ഗോൾ അടിക്കും. They go at the end. അവർക്ക് വേറെ വഴിയില്ലാതെ അവർ പോവും. നമ്മൾ കോഷ്യസ് ആവാൻ ബാക്കിലിരിക്കാൻ കുറെ നിൽക്കുന്നില്ല. ഒരു പരിധി കഴിഞ്ഞാല് ഒന്നുമില്ല, ജോൺ മെക്കിന്റെ 2 ക്രോസ് മോളില് ബാക്കിൽ നിന്ന് ഇങ്ങനെ മേലോട്ട് വരുന്നത്. സോ ദാറ്റ് ഹെൽപ്സ്. ചെയ്യുന്നുണ്ട്. തോമസ് ഫ്രാങ്ക് ബാക്ക് അറ്റ് ബ്രെൻഫോർഡ്. Brentford versus Spurs. Brentford has an excellent result last weekend and they're coming up. Spurs
they won the last game എങ്ങനെയോ ജയിച്ചു, but it'll be a tough game I feel, because away at Brentford is not as easy as it looks. Sunderland City ഉണ്ട്, another tough game for City. ടൈറ്റിൽ ചാലഞ്ചിന്റെ ഒരു നേച്ചർ ഈ രണ്ട് മാച്ചിൽ ആക്ച്വലി നമുക്ക് അറിയാൻ പറ്റും. The league is actually, ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റ് പറഞ്ഞൊരു എക്സൈറ്റ്മെന്റ് കുറവുണ്ട്, but now the league is getting slowly warming up, I feel. അതായത് both Arsenal and City can't afford to lose the games, അല്ലേ? It's a very high pressure game. പിന്നെ ന്യൂട്രലായ നമുക്ക് പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് റിസൾട്ട് എന്താന്ന് വെച്ചാല്, അഗൈൻ ജസ്റ്റ് വിഷ്ഫുൾ തിങ്കിങ്, വില്ല വിൻസ് വേഴ്സസ് ആർസണൽ, സിറ്റി ഡ്രോ വേഴ്സസ് സണ്ടർലാൻഡ്. അപ്പം ആ ഒരു ഇത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പില് ഗോൾ ഡിഫറൻസിൽ ഐ തിങ്ക് ഗോൾ ഡിഫറൻസ് ആർസണൽ ഹാസ് മോർ, റൈറ്റ്? എനിവേസ്, സോ ആർസണൽ വിൽ ബി ഫസ്റ്റ്, വില്ല വിൽ ബി സെക്കൻഡ്, 1 point ബാക്കില് സിറ്റി ഉണ്ടാവും. ദാറ്റ് മേക്സ് എവറി അതർ ഫിക്സ്ചർ, മുന്നോട്ട് പോകുന്ന എല്ലാ ഫിക്സ്ചറും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. കാരണം whoever plays first has that advantage. Yes, definitely. വോൾസ് വേഴ്സസ് യുണൈറ്റഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് വോൾഫിനെ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. മറ്റ് ഓരോ കളി കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട്, വോൾസിന് 2 പോയിന്റ് കിട്ടി, ആരാണ് അവർ കൊടുത്തത്? ആ കൊടുത്ത ടീമിന്റെ അവസ്ഥ ആലോചിച്ചു. നമ്മള് കൊടുത്തതിനെ ഇപ്പൊ 1 പോയിന്റ്. Yes. So I think we've covered everything. It was a long episode. We did a review എല്ലാം കഴിഞ്ഞു. As a closing last podcast of the year, what are your 3 high points of the season, of the year? Sorry, Liverpool wise, okay, or general football wise also. Year or season? Year. നമ്മളിപ്പോ ഇയർ ലാസ്റ്റ് സീസൺ ലാസ്റ്റ് എപ്പിസോഡ് അല്ലല്ലോ. ട്രോഫി കപ്പടിച്ചു. Obviously PL, winning PL is the best higher point we have. കാരണം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ സീസണിൽ സ്ലോട്ട് വന്ന് അഡ്ജസ്റ്റ്മെന്റ് പീരീഡ് ഉണ്ടാകും. നമ്മൾ ഈ സീസണിൽ വിചാരിക്കുന്ന റിസൾട്ടാണ് നമ്മൾ കഴിഞ്ഞ സീസണിൽ പ്രതീക്ഷിച്ചത്. വി എക്സ്പെക്ടഡ് ദാറ്റ് ലാസ്റ്റ് സീസൺ. സോ അവിടെ നിന്ന് we won it, so great. Transfer window was a second great thing. Transfer window ശേഷമുള്ളതല്ല, ട്രാൻസ്ഫർ വിൻഡോ, അതും നമ്മൾ പ്രതീക്ഷിച്ചില്ല. Never we thought FSG will go and splash that incoming cash എത്ര ഉണ്ടായിരുന്നാലും we never thought we'll get a generational talent like Words. നമ്മൾ എപ്പോഴായാലും ഒരു അത്രയും വലിയൊരു ടാലന്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ the very first thought of every Liverpool fan, നമുക്ക് കിട്ടൂല, അത് വേറെ ആരെങ്കിലും വന്നു നോക്കിക്കോളും, നമുക്ക് കിട്ടില്ല, നമുക്ക് എന്റെ തൊട്ട് താഴെയുള്ള ആരെങ്കിലും നോക്കാം. ലാസ്റ്റ് സീസൺ വരെ, അതായത് ഈ സമ്മറിൽ തൊട്ട് മുന്നത്തെ സമ്മർ വരെയാണെന്നുണ്ടെങ്കിൽ വി വുഡ് ഹാവ് ബോട്ട് ടർക്കി, ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ. അതാണ് നമ്മളെ ഗോ ടു മന്ത്ര. സോ അവിടെ നിന്ന് വി ഗോട്ട് വേർഡ്സ്. ഒരു മാസം കൂടി കഴിയുമ്പോഴേക്ക് വി ഗോട്ട് ഇസാക്ക്. സോ ബെസ്റ്റ് ഇൻ ദ വേൾഡ് കൈൻഡ് ഓഫ് വേർഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് ഹെൽപ്സ് ആക്ച്വലി. സോ ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ആർ റിയലി ഹൈ. ഇനി ആ ടീമൊന്നും ജെല്ലായി കിട്ടിയാൽ അടുത്ത 2-3-4 സീസണിലേക്ക് എന്നും ഹൈ ആയി നടക്കായിരുന്നു. ഗണേശൻ എന്താണ് ടോപ്പ് മൊമെന്റ്സ് ഓഫ് ദ ഇയർ? ഞാൻ ഓബിൻ പറയുന്ന പോലെ പ്രീമിയർ ലീഗ് അടിച്ചത് തന്നെയാണ്. ഈ ഒരു എന്താ പറയാ അൺസെറ്റിലിംഗ് എന്ന് പറഞ്ഞ സംഭവം കഴിഞ്ഞ സീസൺ എക്സ്പെക്ട് ചെയ്തതാണ്. പക്ഷെ അതേ പ്ലേയേഴ്സ് ഉള്ളപ്പോൾ അവരെങ്ങനെ കളിച്ചു നിന്നു എന്ന് മാത്രം. ആൻഡ് സ്ലോട്ട് മാനേജ് വെൽ എന്ന് വേണം പറയാൻ. അത് പറയണല്ലോ, മാനേജർ ഇല്ലാതെ ഒന്നും ചെയ്യാനും പറ്റില്ല. സോ അത് പിന്നെ അവൻ പറഞ്ഞതുപോലെ ട്രാൻസ്ഫർ നമ്മൾ എപ്പോഴും സെക്കൻഡ് ഓപ്ഷനേ പോകുള്ളൂ. ഇപ്രാവശ്യം എല്ലാം ഫസ്റ്റ് ഓപ്ഷൻ തന്നെ മേടിച്ചു. FSG ആക്ച്വലി ഫ്യൂച്ചറിനെ നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ യങ് പ്ലേയേഴ്സിനെ കുറെ മേടിച്ചത്. സോ അതൊന്ന്. പിന്നെ സ്റ്റാർട്ട് ചെയ്തത് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. സോ നമ്മള് ഓക്കെ വി ഗോണ ഡു ദ ലാസ്റ്റ് ഇയർ തിങ് എന്ന് പറഞ്ഞ് ഞാൻ കുറെ ചാടി കളിച്ചു. ഫസ്റ്റ് ഗെയിം എക്കിറ്റിക്ക് ഓടിച്ചു, വീട് മുഴുവൻ ഓടി നടന്നു. നമ്മൾ സെറ്റായി, പഴയ ട്രാക്ക് തന്നെ വന്നു. ഇപ്രാവശ്യം ടൈറ്റിലേക്ക് തന്നെ പോകാൻ പോകുന്നത്. കാരണം മേടിച്ചത് ജനറേഷണൽ ടാലൻസ് ആണല്ലോ. സോ അവന്മാർ എന്തായാലും ഓടിച്ച് ജയിപ്പിക്കുന്നുള്ള ഒരു വിചാരത്തിലാണ്. പിന്നെ പെട്ടെന്ന് ഡൗൺ ആയി. സോ
അതൊരു വല്ലാത്തൊരു ഫീലായി പോയി. പക്ഷെ കുഴപ്പമില്ല, കൈൻഡ് ഓഫ് വി ആർ ഗെറ്റിംഗ് ഓൺ ട്രാക്ക് അഗെയിൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. സോ ഹോപ്പിംഗ് ഫോർ എ ബെറ്റർ 2026. യെസ്, ഇതന്നെ നമ്മള് പറയുമ്പോ പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിച്ചത് തന്നെയാണ് അതില് ഒരു സ്പെഷ്യൽ മൊമെന്റ്. അതും അതിന് ആ ബസ് പരേഡ് ഒക്കെ നമ്മള് അവിടെ പോയി കാണാൻ പറ്റില്ല, നമ്മൾ ഇതിൽ കാണാൻ ലൈവ് കാണുകയൊക്കെ ചെയ്തു. അത് നല്ല മൂവ്മെന്റ് ആയിരുന്നു. പിന്നെ അത് ഒരു ലോക്കി എന്ന് പറയുന്നത് നമുക്കൊക്കെ എല്ലാവരെയും എഫക്ട് ചെയ്ത വേറൊരു കാര്യമുണ്ട്, അത് ഡിയോഗോ യോട്ടയുടെ പാസിംഗ് ആണ്. അത് ഭയങ്കരമായിട്ട് നമ്മളെല്ലാവരും എഫക്ട് ചെയ്തു, ഇമോഷണലി ഭയങ്കര എല്ലാവരും ഒരുമിച്ച് ചേർത്തൊരു മൊമെന്റായി അത് മാറി. പിന്നെ ഓഫ് കോഴ്സ് വേർഡ്സിന്റെ സൈനിങ്, ട്രാൻസ്ഫേഴ്സ് എന്ന് ഞാൻ പറയുമ്പോഴേ എനിക്ക് അതിൽ സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്ത് വേർഡ്സിനെ സൈൻ ചെയ്തു എന്നുള്ളത് ഒരു വലിയൊരു ഹൈലൈറ്റ് മൊമെന്റ് ആയിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഈ കാര്യങ്ങളാണ് എനിക്ക് പെട്ടെന്ന് തോന്നി. പിന്നെ ഇല്ല, ഇതാണ് ഒരു സീസൺ ബാക്കിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഇയർ ബാക്കിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ ഇതാണ്. ഒരു സ്പെഷ്യൽ മൊമെന്റ് കൂടി ഉണ്ട്, കിയേസ സോങ്. ആ കഴിഞ്ഞ സീസൺ നമ്മള് കളിയൊക്കെ ടൈറ്റിൽ അടിച്ച് കഴിഞ്ഞിട്ട് ഫെഡറിക്കോ കിയേസക്ക് ഹി ഡിഡ്ന്റ് പ്ലേ അറ്റ് ഓൾ, റൈറ്റ്? ഒരു റിസർവ് പ്ലെയർ അല്ലെങ്കിൽ ബെഞ്ച് പ്ലെയർ, ബെഞ്ചിൽ എന്ന് പറയാൻ പോലും ഉണ്ടായിട്ടില്ല. ആദ്യത്തെ അര സീസൺ ഹി വാസ് നെവർ ദർ. എന്നിട്ട് പോലും ആ ഒരു റിസപ്ഷൻ ഹി എൻജോയ്ഡ്, ഫാൻസ് എൻജോയ്ഡ്. അത് നല്ലൊരു ഹൈ മൊമെന്റ് ആയിരുന്നു ആക്ച്വലി. വേറൊരു കാര്യം കൂടി വേണ്ടി പറയാം. ക്രിസ് പറഞ്ഞോ, അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, ഇല്ല, ട്രെൻഡിന്റെ സെയിൽ, ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിന് ആ ഒരു സാഗ അതിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോ ഉണ്ടായിരുന്ന ഒരു അത് മറക്കില്ല. അത് നല്ല ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അത് കഴിഞ്ഞ അനൗൺസ്മെന്റിന്റെ കാര്യങ്ങളായാലും അതൊക്കെ ഒരു ഡിഫറെന്റ് ഒരു സാധനമായിരുന്നു. അതും ഈ ഇയറിലെ ഒരു കുറെ മൊമെന്റ്സ് അതില് പെട്ടുപോയി. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഐ വാസ് സമ്മിങ് ഇറ്റ് അപ്പ് ആക്ച്വലി. അതായത് വെൻ ലിവർപൂൾ ഫാൻസിന്റെ പൊതുവെ മൂഡ് സ്ലോട്ട് ഔട്ടോ അല്ലെങ്കിൽ ഇന്നോ ഔട്ടോ എന്തോ ആയിക്കോട്ടെ, വി ഷുഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് കഴിഞ്ഞ 12 മാസത്തിൽ we've had probably 2 bad months if you look at it. One PSG result was bad, then November October was bad, then we had a terrible thing with Jota. Adinte idayil we won the Premier League, we had this amazing parade, we started well, we signed at the transfer window was something which എല്ലാ ലിവർപൂൾ ഫാൻസും ആഘോഷിച്ച ട്രാൻസ്ഫർ വിൻഡോ ആയിരുന്നു. എല്ലാ ആഴ്ചയും പ്ലെയർ വരുന്നു, എല്ലാ തിങ്കളാഴ്ചയും പ്ലെയർ വരുന്നു. വേർഡ്സ് വന്നു, ഫ്രിംപോങ് വന്നു, കെർക്കേസ് വന്നു, എക്കിറ്റിക്കെ വന്നു. ആൻഡ് ഹൈലൈറ്റ് ഫ്രം എ പ്യൂർലി ഒരു ബാൻറ്റർ ലെവൽ highlight should be the transfer window when Newcastle bid for Ekitike. And they said that they're going to play Isak and Ekitike up front. And 3 months later, Isak and Ekitike played up front for Liverpool. I think purely... ഏതാ? രണ്ടാൾ കളിക്കുന്നല്ലേ പറഞ്ഞില്ലേ? എവിടെയെന്നാലും പറഞ്ഞില്ലല്ലോ. അല്ല, കളിച്ചു. അതന്നെ. യാ. സോ ഐ തിങ്ക് അതിന്റെ ഒരു ഇമ്പാക്റ്റും ശരിക്കും ന്യൂകാസിൽ എസ് എ ക്ലബിന് ഉണ്ടായിട്ടുണ്ട്. They should have I'm not justifying Liverpool in that saga, but even for Newcastle's season, if they had actually sold Isak much earlier as they promised him, even though it may be unjust, they would have had a much better season by now, because 120 million, 130 million in July is worth more than getting 125 in last day on the transfer window. Watermade Visayki pagaram they could have signed Ekitike, they could have probably signed Joao Pedro, they could have probably signed Cunha. അങ്ങനെ കുറെ ഓപ്ഷൻസ് അവർക്ക് ഓപ്പൺ അപ്പ് ആവുമായിരുന്നു. മാത്രമല്ല ഇവരൊക്കെ സൈനിങ്സിന് ഓവർപേ ചെയ്യേണ്ടി വന്നു. So that is one thing. And second thing, this season for me personally and Liverpool fan, we started the podcast. നമ്മൾ എത്രയോ വർഷമായിട്ട് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോ നമ്മള് ഒരു ഈ പോഡ്കാസ്റ്റ് ഇത്ര റെഗുലർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. I want everybody to share it with non-Liverpool fans also. നമ്മൾ എല്ലാ ക്ലബിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. And we're planning shows with
other club fans the following year. We are planning something big for the summer as well. So ഇതൊരു റെഗുലർ ആയ സാധനമായിരിക്കും. വെറുതെ ഒരു എന്താ പറയാ ഒരു നേരം പോക്കിന് വേണ്ടി തുടങ്ങിയിട്ട് നിർത്തിയിട്ട് പോകാനല്ല. There is serious planning and serious investment and serious things going behind that's going on behind with our team. So എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. എന്താണ് അപ്പോ ഐ തിങ്ക് ഈ വർഷത്തെ അവസാനത്തെ പോഡ്കാസ്റ്റ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം എന്നല്ലേ? അടുത്ത വർഷം കാണാൻ. അതെ, മാത്രല്ല നമ്മുടെ ഈ വർഷം നമ്മൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങി, നമ്മൾ ഇത്രയും കാര്യങ്ങള് പോഡ്കാസ്റ്റുകൾ നമ്മൾ കുറെ വീഡിയോസ് പബ്ലിഷ് ചെയ്തു. അപ്പൊ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങള് പലരും പറയാറുണ്ട് ലിവർപൂളിന്റെ പോഡ്കാസ്റ്റുകൾ അങ്ങനെ ഇല്ല, അങ്ങനെ ലിവർപൂളിനെ കുറിച്ചുള്ള പോഡ്കാസ്റ്റ് വന്നതിന് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ വർഷം നമ്മൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ ഷെയർ ചെയ്യാനുള്ളത് എന്നുള്ളത് കമന്റ്സ് ആയിട്ട് ഷെയർ ചെയ്യുക. നമ്മൾ എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെന്റ് നടത്തേണ്ടത്, നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ ചാനലിൽ എന്തൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയാം. അപ്പോ കമന്റ്സ് ചെയ്യുക. ഇതുപോലെ പലർക്കും ഇനി എത്താൻ ഉണ്ട് ഈ ചാനൽ. അപ്പോൾ നിങ്ങൾ പരിചയമുള്ള ലിവർപൂൾ ഫാൻസിനായാലും മറ്റ് ക്ലബ് ഫാൻസിനായാലും ഇതൊക്കെ ഷെയർ ചെയ്യുക, അവരെയും കൂടി അറിയിക്കുക. നമ്മൾ നല്ലതായിട്ട് നടത്താന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ, അതാണ് ഇപ്പൊ ഈ 1 മണിക്കൂറിന്റെ ലാസ്റ്റ് ഭാഗത്തായി പറയണേ. അപ്പൊ ഇത്രയും നന്നായി കണ്ട് ഇരുന്ന നിങ്ങളോടാണ് ഈ പറയണത്, നിങ്ങളിത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും നിങ്ങളെ പോലെ ചിന്തിക്കുന്ന ബാക്കി ഫാൻസിന് ഇത് ഇഷ്ടാവാൻ സാധ്യതയുണ്ട്, അവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ന്യൂ ഇയർ വിഷ് ചെയ്യണു. നമ്മൾ അടുത്ത ദിവസം വരും വീണ്ടും. നമുക്ക് നാളെ അല്ലേ സുധീർ പ്ലാൻ ചെയ്ത്? നാളെ ട്രാൻസ്ഫർ ലൈവ്. ഓക്കെ, നാളെ നമ്മൾ ട്രാൻസ്ഫറിനെ ലൈവ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഷെഡ്യൂൾ ചെയ്യും ചാനലിൽ. അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളുടെ ടാർഗറ്റ്സ് എല്ലാ ക്ലബിന്റെയും കേട്ടോ, ലിവർപൂൾ മാത്രമല്ല. വി ഡൂയിങ് എ പാൻ പ്രീമിയർ ലീഗ് ആണ് സെൻട്രിക്. ഇനി റയൽ മാഡ്രിഡ് ഫാൻസും ബാഴ്സലോണ ഫാൻസും PSG ഫാൻസ് ആണെങ്കിലും സ്പോർട്ടിംഗ് ലിസ്ബൺ ഫാൻസ് ആണെങ്കിലും പോർട്ടോ ഫാൻസ് ആണെങ്കിലും റെഡ് സ്റ്റാർ ബെൽഗ്രേഡ് ഫാൻസ് ആണെങ്കിലും വരിക, കാണുക. അതോടൊപ്പം തന്നെ വി ഡൂയിങ് ആഫ്കോൺ. എപ്പോഴാണ് സുധീർ പ്ലാൻ ചെയ്ത്? ആഫ്കോൺ 1-ാം തീയതി നമ്മുടെ ഇന്ത്യൻ സമയം നമ്മുടെ മാച്ചിന് മുമ്പ് 3:30. 1-ാം തീയതി രാത്രി ആയിരിക്കും മിക്കവാറും. 1-ാം തീയതി രാത്രി നമ്മള് ആഫ്കോണിന്റെ നോക്കൌട്ട് സ്റ്റേജസിന്റെ പ്രിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇന്നും നമ്മളിപ്പോ ഇത് പോസ്റ്റ് ചെയ്യണതിന്റെ ഇടയിൽ തന്നെ ചില ഗ്രൂപ്പിന്റെ ഫൈനൽ മാച്ച് ഒക്കെ നടക്കുന്നുണ്ടാവും, കഴിഞ്ഞിട്ടുണ്ടാവും. ഇതുവരെ നമ്മുടെ പ്രഡിക്ഷൻസ് എല്ലാം കറക്റ്റ് ആയിരുന്നു കേട്ടോ, ഗ്രൂപ്പ് വിന്നേഴ്സ് എല്ലാം കറക്റ്റാ. അതാണ് ഇനി അങ്ങോട്ടാണ് ഫുട്ബോളിനെ കുറിച്ചുള്ള ഡെപ്തിലുള്ള അനാലിസിസ് കറക്റ്റ് ആയിരുന്നുള്ള. അതന്നെ. മാത്രല്ല നമ്മൾ പറഞ്ഞ പോലെ നല്ല മാച്ചുകളായിരുന്നു, നല്ല പാഷനേറ്റുള്ള നല്ല മത്സരങ്ങളാണ് എല്ലാം നടക്കുന്നത്. സർപ്രൈസിംഗ് പെർഫോമൻസ്. പിന്നെ ചില സാഹചര്യങ്ങളൊക്കെ ഇപ്പൊ സുഡാന്റെ മാച്ചൊക്കെ, സുഡാൻ അവിടെ യുദ്ധം നടന്ന് ആകെ തകർന്ന് ഇരിക്കുന്ന രാജ്യമാണ്. അപ്പൊ അവിടെ ഇതിന്റെ ഇടയിൽ കമന്റേറ്റേഴ്സ് പറഞ്ഞതാണ്, അത് ചില ക്ലബുകള് സുഡാനിലെ ക്ലബുകൾ അവിടെയല്ല കളിക്കണേ, മറ്റു രാജ്യങ്ങളിൽ പോയി അവിടെയുള്ള ക്ലബില് ആ ലീഗിലാണ് അവര് കളിക്കണത്. അതിലവര് ഫസ്റ്റായി ഒരു ക്ലബ്ബ്. പക്ഷെ അവർക്ക് ഫസ്റ്റ് ആവുമ്പോ ആ രാജ്യത്തെ നിയമം അനുസരിച്ച് അവർക്ക് ചാമ്പ്യൻസ് ആവാൻ പറ്റില്ല. അങ്ങനെ സെക്കൻഡ് ഉള്ള ടീമിനാണ് ചാമ്പ്യൻഷിപ്പ് കിട്ടുക, അവർ ആ രാജ്യത്തെ അല്ലല്ലോ. അങ്ങനെ അത്രയും ഇതില് പ്രശ്നങ്ങളിലും സംഘർഷങ്ങളിലൊക്കെ കളിക്കുന്ന കളിക്കാരാണ് സുഡാനിലുള്ളത്. അതുപോലെ ഇങ്ങനൊരു ടൂർണമെന്റ് നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ അത്രയും നല്ല രസമാണ്. We will come back tomorrow live. ആരൊക്കെയാ ഫ്രീ ഉള്ള? ഗണേശനുണ്ടോ നാളെ? ഓക്കെ, സോ വിൽ ഡു ട്രാൻസ്ഫർ ലൈവ്. എനിവേസ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നാളെ പറയാം. സോ ബൈ. ബൈ.